ഇപ്പൊ വീഡിയോ നല്ല നല്ല ക്ലാരിറ്റി കഷ്ടമുണ്ട്. ഉണ്ട്. അല്ലല്ലേ, അൽഹംദുലില്ലാ. ഇനി എന്റെ ഫോണായിട്ട് എനിക്ക് പണി തരാണ്ടിരുന്നാ മതി. ഞാൻ അതിൽ സിമ്മിന് ഊരിയിട്ട് ഇതിൽ കിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും ആ, ഹനിയുടെ ഫോൺ അഡിക്ഷൻ കുറഞ്ഞതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അൽഹംദുലില്ലാ, പഠിച്ച നിലനിർത്തി തരട്ടെ. ഇനി ആർക്കെങ്കിലും ഒക്കെ ഫോൺ അഡിക്ഷന്റെ ആൾക്കാരുണ്ടെങ്കിൽ ഹനിനെ കണ്ടുപിടിക്കട്ടാ. ഉണ്ടാ, ഇനി ആർക്കെങ്കിലും ഉണ്ടോ ഫോൺ അഡിക്ഷൻ, മടി, ആ ടീമുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ? നിങ്ങളൊക്കെ നല്ല പുലികളാണ്, എന്നിട്ടാണ് മടി മാറാതെ ക്ലാസ്സിൽ ഇട്ട് അതേപോലെ തന്നെയാണ്. കയറിയിരിക്കുന്നത്. അല്ലല്ല, ഫോൺ അഡിക്ഷൻ ഞാനും ഒരുപാട് ഭയങ്കര ഫോൺ അഡിക്ഷൻ ആയിരുന്നു. പക്ഷെ ഹനി പറഞ്ഞ പോലെ തന്നെ ഒരു സമയത്ത് എനിക്കും മനസ്സിലായി ഞാൻ കുറച്ച് ഓവറാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, പിന്നെ നെറ്റ് കേറ്റിയേയില്ല, കേറ്റൂല, മാഷാ കാണണ്ട, അത് അല്ലാ. വിചാരിച്ച് അങ്ങനെ നിൽക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ പിന്നെയും കേറ്റും, അതേപോലെ ആവും. ഇപ്പൊ ഞാന് മാനേജ് ചെയ്ത്, ഇപ്പൊ എനിക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം എന്റെ ക്ലാസ്സുകൾ കേൾക്കാനോ എനിക്കില്ല അങ്ങനത്തെ സംഭവത്തിന് മാത്രമേ ഞാൻ ഫോൺ എടുക്കുള്ളൂ. ഫോൺ എടുക്കുകയാണെങ്കിൽ അതേ കേൾക്കുള്ളൂ. മാഷാ അല്ലാ, മാഷാ. എപ്പോഴെങ്കിലും ഒക്കെ ചെറുതായിട്ട് അതും ഇതും കണ്ടാലേ ഉള്ളൂ. അത് നമ്മുടെ ഒരു എന്റർടൈൻമെന്റിന്റെ ഭാഗമല്ലേ. നമ്മൾ അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നതിൽ തെറ്റില്ല, പക്ഷെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ചവിട്ടി പിടിച്ചിട്ട് സ്പെൻഡ് ചെയ്യുക. നമുക്ക് നമ്മളുടെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര സമയം വേണം എന്നുള്ളതിന് നമ്മളൊരു മുന്നേ കൂട്ടി ഒരു തീരുമാനം എടുത്ത് വെക്കുക. ആ ടൈമിനനുസരിച്ച് സ്പെൻഡ് ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളൊക്കെ നന്നായി. ഇനിയിപ്പോ ഞാനാ നന്നാവാനുള്ളത് അല്ലേ. ഞാൻ ഫോണിലുള്ള പണികളൊക്കെ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ജോലി നോക്കിയാണ്. എനിക്ക് എന്റർടൈൻമെന്റ് എന്നൊരു പറഞ്ഞൊരു സാധനം ഫോണിലില്ലടോ. അതിനുള്ളൊരു ഒഴിവൊന്നുമില്ല. ഫുൾ പണി, അട്ടിപ്പണി എടുക്കുക. അൽഹംദുലില്ലാ, കുറച്ചെല്ലാം ചെയ്യാനൊരു പണിയില്ലാത്ത മനുഷ്യന്മാർ എത്ര ആൾക്കാരുണ്ട് അല്ലേ. എന്നിട്ടാണ് നമ്മൾ ഇരുന്നിട്ട് ഈ പറയുന്നത്. എന്തായാലും അൽഹംദുലില്ലാ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ ബോഡി എങ്ങനെ ഉണ്ടാവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മളൊരു നമ്മുടെ ഫോണ് നൈറ്റ് ചാർജിൽ ഇട്ട് കഴിഞ്ഞാൽ അറിയില്ല, ഒന്ന് മ്യൂട്ട് ആക്കോടെ പോയിനോ. എന്റെ ഇയർഫോൺ ആയതുകൊണ്ട് ചെറിയൊരു സൗണ്ട് ഒക്കെ എന്റെ ചെവിന്റെ ഉള്ളിലേക്ക് കയറി വരും. ഓക്കെ, അപ്പൊ നമ്മള് ഒരു ഫോണ് ഫുൾ നൈറ്റ് നമ്മൾ കിടക്കുന്ന സമയത്ത് കുത്തിയിട്ടിട്ട് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അതിൽ എത്ര ചാർജ് ഉണ്ടാവും? കറണ്ട് ഉണ്ടെങ്കിൽ കേട്ടോ, കറണ്ട് പോയി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയരുത്. കറണ്ട് ഉണ്ടെങ്കിൽ എത്ര പെർസെന്റേജ് ഏകദേശം ചാർജ് ഉണ്ടാവും? ഇന്ന് കാലത്ത് എല്ലാ ഫോണും 100% ചാർജ് ആയിട്ടുണ്ടാവും അല്ലെ. നമ്മൾ എടുക്കുന്ന സമയത്ത് 100% ചാർജ് ആയി അതിനവിടെ ഓട്ടോമാറ്റിക്കലി ചാർജിങ് സിസ്റ്റം അവിടെ കട്ട് ഓഫ് ചെയ്ത് നമ്മുടെ ഫോൺ അങ്ങനെ 100% നിങ്ങൾ എടുത്തോ, ഞാൻ എപ്പോ എപ്പോ എടുത്താലും ഞാൻ ഫുൾ ആയിട്ട് വർക്ക് ചെയ്യാൻ റെഡി ആണെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും അല്ലെ ഉണ്ടാവുക. ഓൾമോസ്റ്റ് അതേപോലെ 100% എനർജിയിൽ വേണം നമ്മൾ ഉണരാനായിട്ട്. ഓക്കെ, ആ സമയത്ത് ഇപ്പൊ നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ഉണരുന്ന സമയത്തുള്ള നിങ്ങളുടെ എനർജി ലെവൽ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് സ്വന്തമായിട്ടൊന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, സാധാരണഗതിയിൽ നമ്മൾ ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് രാത്രി വരെ, അടുത്ത ദിവസം രാത്രി നമ്മൾ ഉറങ്ങാൻ പോകുന്നത് വരെ നമ്മളെ വർക്ക് ചെയ്യിപ്പിക്കാൻ നമുക്ക് വേണ്ടുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ എനർജി ലെവൽ എന്ന് പറയുന്നത്. ഉം. എന്നിട്ട് നമ്മൾ എങ്ങനെയാ ചെയ്യാ? രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നമുക്ക് ആദ്യത്തെ റൗണ്ട് ക്ഷീണം വരാൻ തുടങ്ങും അല്ലെ. 10 മണിയാകുമ്പോഴേക്കും നമ്മൾ ഇങ്ങനെ തൂങ്ങാൻ തുടങ്ങും, ഫസ്റ്റ് റൗണ്ട് ക്ഷീണം. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു കഴിഞ്ഞാൽ ചിലവര് പിന്നെ നോക്കണ്ട, കട്ടിൽ എവിടെ കിടക്കണെന്നുള്ള സാധനം അങ്ങോട്ട് എത്തിയാൽ മതി, ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാരായിരിക്കും വേറൊരു ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അപ്പം ഉച്ചയാകുമ്പോഴേക്കും മുഴുക്ക ക്ഷീണായി. പിന്നെ വൈകുന്നേരം രാത്രി നമ്മള് എന്താ പറയാ, ചിലര് പറയും ബെഡ് കണ്ട അവള് ശവാണെന്ന് പറയില്ലേ, ആ ജാതി അവസ്ഥയിലായിരിക്കും നമ്മൾ ഉറങ്ങാൻ പോകുന്നുണ്ടോ, അത്രയും ക്ഷീണം വൈകുന്നേരം ആകുമ്പോഴേക്കും. ഈ ലൈഫ് ലോങ് ഉടനീളം ക്ഷീണം, മടി മടി ഒന്നും, നമുക്ക് കുറേ പണികൾ ചെയ്യാനുണ്ടാവും. എന്നിട്ട് ഇങ്ങനെ സ്വയം സങ്കടപ്പെടും, അയ്യോ എനിക്ക് കുറേ പണി ചെയ്യാണ്ടായിരുന്നല്ലോ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് കുറെ പഠിക്കാണ്ടായിരുന്നല്ലോ, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. നമ്മൾ ആദ്യം തിങ്ക് ചെയ്യാൻ എന്താ അറിയോ, ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എണീക്കാം. ഇരുന്നു ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ പറയാണ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എണീക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി പണി ചെയ്യാൻ പോകാം. ശരിക്കും നമ്മുടെ മനുഷ്യന്റെ സിസ്റ്റം, അതായത് മനുഷ്യന്മാരെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇങ്ങനെ മണിക്കൂർ കണക്കിന് ഇരിക്കുന്ന ഒരു ലെവലിലേക്കേ അല്ല. നമ്മൾ ബാക്കിയുള്ള ഏതൊരു മൃഗങ്ങളെക്കാൾ കൂടുതൽ മൂവ് ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റി നമ്മുടെ ശരീരത്തിൽ പടച്ചോൻ തന്നിട്ടാണ് നമ്മളെ ദുനിയാവിലോട്ട് വിട്ടിട്ടുള്ളത്. കാരണം ഇന്നത്തെ കമ്പ്യൂട്ടർ യുഗം മാത്രമല്ല അല്ലെ, സുബ്ഹാനല്ലാഹ്, മനുഷ്യ യുഗം സ്റ്റാർട്ട് ചെയ്തത് മുതൽ വേട്ടയാടി ഭക്ഷണം കഴിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അതേപോലെ യുദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മനുഷ്യര് തമ്മിലുള്ള കുറെ ട്രാൻസാക്ഷൻസ് എല്ലാം ഷെഡ്യൂൾ ചെയ്ത് ഡീൽ ചെയ്ത് വരുന്ന ആ ഒരു സിസ്റ്റത്തിൽ അന്നത്തെ ആൾക്കാർക്ക് ഇരിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവോ? അവര് വൈകുന്നേരം വരേക്കുള്ള ഒരു ഇത്തിരി ഫുഡ് അവരെ മക്കളിലോട്ട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ മുതൽ ചിലപ്പോൾ രാത്രിയും ഇതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലെ. അപ്പൊ അവർക്ക് അത്ര എനർജി എവിടെ നിന്ന് കിട്ടി? ഓഫ് കോഴ്സ് ഇവര് ഈ പറയുന്ന പോലെ, നമ്മൾ കഴിക്കുന്ന പോലെ 4 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ 3 നേരം ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോ ഒരു നേരേ കഴിച്ചിട്ടുണ്ടാവുള്ളൂ. കേൾക്കാലോ അല്ലെ. ഇടയ്ക്ക് വന്നിട്ട് നോ ഇന്റർനെറ്റ് എന്നൊരു ഇത് വന്നു, ക്യാപ്ഷൻ വന്നു. ഓക്കെ,
ഞാൻ പറഞ്ഞില്ലേ ഫോണ് അതിന്റെ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു രീതിയിൽ അവർ അത്രമാത്രം എനർജറ്റിക് ആയിട്ട് ജീവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും ആ ഒരു എനർജി നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. പണ്ടത്തെ തലമുറയുടെ ആ ഒരു എനർജി നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ എനർജി ഒക്കെ എടുത്തു വെച്ചിട്ട് കാക്കയിപ്പോ ഈ എനർജി ഒക്കെ നമ്മുടെ ഉള്ളിൽ എടുത്തു വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചുമ്മാ ഇരിക്കും ല്ലേ? ശരിക്കും ഈ ഓഫീസ് ജോബൊക്കെ എങ്ങനെയാണ്? ഇരിക്കും 4 മണിക്കൂർ 5 മണിക്കൂർ, ചിലവർ 8 മണിക്കൂറൊക്കെ ഇരിക്കും. സുബ്ഹാനല്ലാ. ഇനി ഇതല്ലെങ്കിലോ? ഇനിയിപ്പോ ഒരു ജോലിയില്ല, ഓഫീസ് ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ എന്താ ചെയ്യാ? TV ഇട്ടുകൊണ്ട് അങ്ങോട്ട് ഇരിക്കും ഒരു 4 മണിക്കൂർ. ആദ്യത്തെ ഒരു സിനിമ അല്ലെങ്കിൽ ആദ്യത്തെ 2 വീഡിയോസ്, അത് കഴിയുമ്പോഴേക്കും വീണ്ടും 2 വീഡിയോസ്, ഇടയ്ക്കൊന്ന് നീറ്റ് പോകും. അതെപ്പോഴാ? നല്ലോണം ബ്ലാഡർ ഫുൾ ആവുമ്പോ അല്ലെ, നമുക്ക് മൂത്രം ഒഴിച്ചേ പറ്റൂന്നാവുമ്പോ എഴുന്നേറ്റ് പോകും. ഇനി അതല്ലെങ്കിൽ വിശന്ന് കിളി വറക്കണം. ഇനി അതും അല്ലെങ്കിൽ കുട്ടികൾ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങണം. ഉമ്മ 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 എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറയുമ്പോൾ കുറേ നോണ്ടുമ്പോ എന്നാ ശരി എടുത്ത് കൊടുത്തേക്കാം എന്ന് കരുതിയിട്ട് ഒന്ന് എണീറ്റ് പോകും. അല്ലേ? സ്ഥിരമായിട്ട് സീരിയല് കാണുന്ന ഉമ്മമ്മമാരെ ഒന്ന് ആലോചിച്ചാൽ മതി. നിങ്ങളുടെ വീട്ടിലുണ്ടോന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി. രാത്രി 6 മണിക്ക് അല്ലെങ്കിൽ 7 മണിക്ക് തുടങ്ങുന്ന സീരിയൽ ഇവർ അവസാനിപ്പിക്കും 9 മണിക്കോ 9:30 മണിക്കാ. അത്ര നേരം അവർ ഇരുന്നോടത്തുനിന്ന് നീക്കൂല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത്ര നേരം ഇരിക്കുന്നോണ്ട് നമുക്ക് എത്ര സ്ഥലത്ത് നമ്മുടെ ബ്ലഡ് ക്ലോട്ടായി നിൽക്കുന്നുണ്ട്, സ്റ്റക്കായി നിൽക്കുന്നുണ്ടെന്ന് അറിയോ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ബോഡിയിൽ പല സ്ഥലത്തും ബ്ലഡ് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. പമ്പ് ചെയ്യുന്നത് അത്രയും സ്ലോ ആയിട്ടാണ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സർക്കുലേഷൻ. അപ്പൊ നമ്മളെ ഒന്ന് ഫിക്സ് ചെയ്യുക. നമ്മളിപ്പോ ലോങ് ആയിട്ട് ഇരിക്കുന്ന മനുഷ്യന്മാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇരിക്കുകയേ ചെയ്യരുത് എന്നല്ല നമ്മൾ പറയുന്നതിന്റെ അർത്ഥം. ഇടയ്ക്കൊക്കെ ഒന്ന് എണീറ്റ് നടക്കുക. ഓക്കെ, ഒരു ദിവസത്തിൽ നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും വർക്കൗട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ പറയും എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ മടിയാണ്, ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ എനിക്ക് ക്ഷീണം പറ്റിയാണ്, എനിക്ക് മേലുവേദനയാണ്, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അല്ലേ? നമ്മൾ അതുകൊണ്ടാണ് ഇപ്പൊ ലൈവ് വർക്കൗട്ട് ഉണ്ടാക്കി സെഷൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഫോളോ ചെയ്ത ഏതെങ്കിലും ഒരെണ്ണത്തിന് ഞാൻ ലൈവ് വർക്കൗട്ടിൽ കാണാതിരിക്കണം. ഇൻഷാല്ല ശരിയാക്കി തരാം. അപ്പൊ അതായത് കറക്റ്റ് ആയിട്ട് ലൈവിൽ കേൾക്കോളാ. കാരണം മടി എന്ന് പറയുന്ന സാധനം നമുക്ക് ഉണ്ടാവുന്നത് എന്താന്ന് വെച്ചാല് നമ്മുടെ ശരീരത്തിലുള്ള ഒരു എന്താ പറയാ ഒരു ഒറക്സിൻ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂട്രോൺ ഉണ്ട്. ഓക്കെ, ന്യൂട്രോ ട്രാൻസ്മിറ്റർ ഉണ്ട്, ഒറാക്സിൻ എ എന്ന് പറഞ്ഞിട്ട്. ഈ ഒറാക്സിൻ എ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മളെ അലേർട്ട് ആക്കുകയാണ്, ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അലേർട്ട് ആക്കുകയാണ്. അപ്പൊ നമ്മൾ നന്നായിട്ട് ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ഈ ഒരു അലേർട്ട് ആക്കാനുള്ള ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ റെഡിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? എണീക്കുമ്പോൾ നമുക്ക് ഇത്തിരി ആലസ്യമൊക്കെ ഉണ്ടാവില്ലേ? നമ്മൾ എഴുന്നേറ്റ് ദുആ ഒക്കെ ചെയ്ത് എഴുന്നേറ്റ് നമ്മൾ പോയി ബ്രഷ് ചെയ്ത് ബാത്റൂമിലൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ ജോലി ചെയ്യാനുള്ള നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ വർക്ക് മോഡ് എനേബിൾ ചെയ്തു അല്ലെ? അപ്പൊ നമുക്ക് ആ ഒരു മോർണിംഗ് ടൈം വേഗം വേഗം ജോലി ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കുട്ടികളെ പറഞ്ഞയക്കണം, എല്ലാം സമയമുണ്ട്. നമ്മൾ വി ആർ ഫോഴ്സ്ഡ് ടു. കുട്ടികൾക്ക് മദ്രസയിൽ പോകണം അല്ലെങ്കിൽ സ്കൂളിൽ പോകണം, ആ സമയമാകുമ്പോഴേക്ക് നമുക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഒരു 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കിടന്നുറങ്ങണം അല്ലേ? നമ്മൾ പറയുന്നതാണ് അല്ലെ ചിലവര്, ഞാൻ ഒന്ന് നേരത്തെ എണീച്ചിട്ടുണ്ട് അപ്പൊ എനിക്കിന്ന് 10 മണിയാകുമ്പോഴേക്ക് എനിക്ക് കിടന്നുറങ്ങണം. അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ അവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തു? നമ്മുടെ ഒറാക്സിൻ എനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കീ കൊടുത്ത് വിട്ട് അതിനെ സ്വിച്ച് ഓൺ ചെയ്ത് വെച്ച്. ഈ ഒറാക്സിൻ എ ആണ് നമ്മളുടെ ശരീരത്തിലുള്ള ആക്റ്റീവ് ആയിട്ടുള്ള അതായത് നമുക്ക് ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഒറാക്സിൻ എ എന്ന് പറയുന്ന ന്യൂട്രോ ട്രാൻസ്മിറ്ററിനെ നമ്മൾ ഓൺ ആക്കി കൊടുക്കണം. അതാണ് അതിന്റെ ഷോർട്ട് എന്ന് പറയുന്നത്, ഇൻ ഷോർട്ട്. ഈ ഒറാക്സിൻ എ എവിടെ നിന്നുണ്ടാവും? നന്നായിട്ട് നമുക്കൊന്ന് ഉറങ്ങിയാൽ കിട്ടും. പിന്നെയോ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, അതായത് നമ്മൾ എങ്ങനെയാ, നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കില്ലേ? രാവിലെ ഇഡ്ഡലി ദോശ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേണമെങ്കിൽ കുറ്റിപ്പുട്ട് അല്ലെങ്കിൽ ഇടിയപ്പം എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ അങ്ങോട്ട് കഴിക്കും. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴേക്കും വീണ്ടും ഒരു പ്ലേറ്റ് ചോറ് കഴിക്കും അല്ലേ? വൈകുന്നേരം ആകുമ്പോ ചിലപ്പോ ചോറ്, ഇനി അതല്ലെങ്കിൽ ഞാൻ 4 ചപ്പാത്തിയെ കഴിച്ചു, പക്ഷെ 4 5 കഴിച്ചിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ കഴിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും പലരും. ഇനി ചിലവര് പറയും ഞാൻ ഡയറ്റ് എടുക്കുന്ന ആളാണ്, അത് കാരണം കൊണ്ട് ഞാൻ റവ ഉപ്പുമാവ കഴിച്ചെന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, റവ ഉപ്പുമാവ് മൈദയുടെ വേറൊരു വേർഷൻ ആണ് കേട്ടാ. അപ്പൊ ഇനി റവ ഹെൽത്തി ആണെന്ന് ആരും കരുതണ്ട. ഓക്കെ, റവ ഉപ്പുമാവ് ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമേ അല്ല. മൈദയുടെ വേറെ, അതായത് ഗോതമ്പിനെ റിഫൈൻ ചെയ്തിട്ട് അതിന്റെ മേലത്തെ തവിടൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പൊടിച്ചു വരുന്നത് റവ. ഈ റവേനെ ഒന്നും കൂടെ പൊടിച്ചിട്ട് കുറച്ചും കൂടെ ബ്ലീച്ച് ഇട്ട് കഴിഞ്ഞാൽ അതാണ് മൈദ. അപ്പൊ ഇത് രണ്ടും ഭയങ്കര കാർബ് റിച്ച് ആയിട്ടുള്ള, നമുക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവാത്ത ഫുഡ് തന്നെയാണ്, ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫുഡ് തന്നെയാണ്. അപ്പൊ നിങ്ങൾ 3 നേരം ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി മാറ്റിയിട്ട് എന്ത് ചെയ്യുക? 6 to 7 തവണ ഭക്ഷണം കഴിക്കുക. അത് ശരി, രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള പണി കുറയ്ക്കാനുള്ള എന്തെങ്കിലും വഴി ഉണ്ടോ നോക്കിയപ്പോ കഴിക്കൽ തന്നെ ഒരു പണിയാക്കി വെച്ച് തരാണോ എന്നായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക അല്ലെ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മള് ലോ കാർബ് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അതായത്
നമുക്ക് നല്ലോണം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. മുട്ട കഴിക്കണം, ചിക്കൻ കഴിക്കണം, ബീഫ് കഴിക്കാം, പയറ് കഴിക്കാം, പച്ചക്കറി കഴിക്കാം, ഫ്രൂട്ട്സ് കഴിക്കാം, കടല, അതുപോലെ ചെറുപയറ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യാം. നട്ട്സ്, സീഡ്സ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. സീഡ്സ് എന്ന് പറയുമ്പോൾ ചിയ സീഡ്സ് ഇൻക്ലൂഡ് ചെയ്യാം, അതേപോലെ ഫ്ലാക്സ് സീഡ് ഇൻക്ലൂഡ് ചെയ്യാം, പംകിൻ സീഡ് ഇൻക്ലൂഡ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ചെറിയ ചെറിയ പൈസയേ ഉള്ളൂ. നിങ്ങൾ ആശുപത്രി കൊണ്ടുപോയി കൊടുക്കുന്നതിന്റെ പകുതി പൈസ ആവശ്യം വരില്ല. അപ്പം നമ്മൾ ഇങ്ങനെ സീഡ്സ് ഇൻക്ലൂഡ് ചെയ്യാം, നട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാം, ആൽമണ്ട് ആയിക്കോട്ടെ. ഉറക്കം വരുന്നുണ്ടോ റംല? സഹജത്തിൽ നേരത്തെ നീറ്റ് പോകുന്നുണ്ട് അല്ലേ? ആൽമണ്ട് ആയിക്കോട്ടെ, അതേപോലെ കാഷ്യൂസ് ആയിക്കോട്ടെ, നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഡയറ്റ് പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു 10 നട്ട്സ് കഴിക്കാം. അയ്യോ ഓടി, ഡാ, 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 ഇവിടെ, ഇവിടെ, ചു, ചു, ശു. ഓ മൈ ഗോഡ്. വാതില് തുറന്നിട്ടതായിരുന്നു. എന്റെ പൂച്ചക്കുട്ടിയുടെ അടുത്തേക്ക് ഒരു കുഞ്ഞു പൂച്ചക്കുട്ടി പുറത്തുനിന്ന് എവിടെ നിന്ന് ഓടി വന്നിട്ട് 2 മിനിറ്റ് എന്നെ നോക്കി നിന്നു. അത് കഴിഞ്ഞത് നേരെ ഉള്ളിലോട്ട് ഓടിപ്പോയി. ഓക്കെ. അപ്പം അങ്ങനെ നമ്മുടെ ഫുഡ് കോൺസെൻട്രേറ്റ് ചെയ്യുക. നമുക്ക് കഴിക്കാം, നമുക്ക് വേണ്ട കംപ്ലീറ്റ് ന്യൂട്രിയൻസ്, എനർജി, അതേപോലെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഫുഡിൽ നിന്നാണ്. അപ്പൊ ശരിക്കും നമ്മൾ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ പറയുന്ന ക്ഷീണം വരാൻ പാടില്ല അല്ലെ? ഒരു തരത്തിൽ ക്ഷീണം വരാൻ പാടില്ല. നമ്മളൊക്കെ വയറ് നിറയെ കഴിക്കുന്നവരാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം 2 പ്ലേറ്റ് നിറയെ കഴിക്കുന്നവരാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പ്ലേറ്റ്, ഒരു കപ്പ് ബിരിയാണി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതേനെ പോണ ആളിനെ വിളിച്ചിട്ട് കുറച്ചും കൂടെ ചോറിട് എന്ന് പറയുന്ന ടീമുകളാണ് നമ്മളല്ലേ? അല്ലേ? എനിക്ക് ആദ്യമൊന്നും 1 പ്ലേറ്റ് ബിരിയാണി തികയൂലായിരുന്നു. ആദ്യം പണ്ട് അര 1 പ്ലേറ്റേ കഴിക്കുള്ളായിരുന്നു, അര 1 കപ്പേ കഴിക്കുള്ളായിരുന്നു. അപ്പൊ കഴിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ് ഞാൻ നല്ലൊരു ഫുഡ് ആയി കഴിഞ്ഞപ്പം അയാൾ അതേനെ പോണ്ടെങ്കിൽ ചേട്ടോ കുറച്ചും കൂടെ ഇട്ട് തരും, അല്ലെങ്കിൽ ഇക്കാക്കോ കുറച്ചും കൂടെ ഇട്ട് തരും ചോദിക്കും ഞാൻ. എന്നിട്ട് കുറച്ചും കൂടെ ഫുഡ് മേടിച്ചിടും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? അതേനെ പോണ ചില്ലി ചിക്കനെ ചെങ്ങായിനെ കാത്തിക്കും അല്ലേ? ഇനിയിപ്പോ അടുത്ത ആള് വരട്ടെ, അവൻ അത് വന്നാ പൊരിച്ചതും കൂടെ ഇട്ടിട്ട് വേണം തടിക്കാന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കും. ആണോ അല്ലേ? നമ്മൾ എന്താണ് കഴിക്കുന്നതെന്ന് അറിയാതെ കഴിക്കുന്ന ആൾക്കാരായിരുന്നു ഞമ്മളല്ലേ? ആ ആ അല്ലേ? ആ നമ്മള് മാത്രമല്ല അങ്ങനെ ശീലിച്ചത്, നമ്മുടെ മക്കളെയും കൂടെ ശീലിപ്പിച്ചിട്ടുണ്ടാവും. ഞാന് ഒരു ഹാഫ് മന്തി മേടിച്ചിട്ട് ഇങ്ങനെ പോർഷൻ ചെയ്യും. ഞാന് എന്റെ കുട്ടികള് എന്ന് പറഞ്ഞിട്ട് കുറച്ച് മാത്രം. പക്ഷേക്ക് മന്തി ഇഷ്ടമല്ല. അതൊരു പ്ലസ് പ്ലസ് ആയിട്ട് ഞാൻ കാണും. എന്ത്? ഓന് മന്തി ഇഷ്ടമല്ലല്ലോ, അപ്പൊ ഓൻ കുറച്ചല്ലേ കഴിക്കുള്ളൂ, ബാക്കിയും കൂടെ നമുക്ക് കഴിക്കാം. എന്നിട്ട് ഞങ്ങൾ ഇരുന്ന് കഴിക്കും. കുട്ടികൾ മതി എന്ന് പറഞ്ഞാലും അതും കൂടെ കഴിക്കടാ, അതും കൂടെ കഴിക്കടാ പറഞ്ഞിട്ട് ഇരുത്തി കഴിപ്പിക്കും. അപ്പം ബഷീർ അറിയും. ഞാൻ എന്നിട്ട് ബഷീർ ചോദിക്കും, എനക്ക് വേണമെങ്കിൽ ബിരിയാണി മേടിച്ചു തരാട്ടോ, എന്താ ഞങ്ങളുടെ മന്തിയിൽ നിന്ന് പിന്നെ അവന് ഷെയർ കൊടുക്കണ്ടല്ലോ. എന്നിട്ട് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ ഇരുന്ന് മന്തി കഴിക്കുന്ന ശീലം. സുബ്ഹാനല്ലാഹ്, എത്ര അൺഹെൽത്തി ഫുഡ് അല്ലേ നമുക്ക് പടച്ചവൻ അനുഗ്രഹമായി തന്നിട്ടുള്ള നമ്മുടെ ശരീരത്തിനെ നമ്മളായിട്ട് നശിപ്പിക്കുന്ന പരിപാടി. അപ്പൊ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. മോർണിംഗ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ കാക്ക ഒരു രക്ഷയില്ല കേട്ടോ. ഇത് എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് ഇടങ്ങേറാക്കണ്? നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? കാക്കയുടെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടോ? ഇല്ല. ഓ, മുത്താണ് എന്റെ ഹെഡ്സെറ്റ്. അപ്പോ നമ്മൾ പറഞ്ഞു തന്ന കാര്യം, എഗ് ഇൻക്ലൂഡ് ചെയ്യുക. നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. മസ്റ്റ് ആയിട്ട് വെള്ളം കുടിക്കുക. ഞാൻ ഇനിയിപ്പോ നിങ്ങളുടെ ഡയറ്റ് ചാർട്ടും കൂടെ വേറൊരു സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് ഇടാം. ജേർണലിംഗ് ഒക്കെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആക്കേണ്ടി വരും തോന്നുന്നുണ്ട് അല്ലേ? നിങ്ങൾ ഡയറ്റ് ഫോളോ ചെയ്തോ ഇല്ലേന്നുള്ളതൊക്കെ എനിക്ക് കറക്റ്റ് ആയിട്ട് അയച്ചു തരാൻ വേണ്ടി പറയേണ്ടി വരും തോന്നുന്നുണ്ട്. ഇൻഷാല്ലാ നോക്കാം നമുക്ക്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം കേട്ടോ മക്കളെ. നിങ്ങളുടെ മടി മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യാം. പിന്നെ വേറെ ചെയ്യാനുള്ള കാര്യമാണ്, ആഴ്ചയിൽ 2 ദിവസമെങ്കിലും എന്ത് ചെയ്യുക? നോമ്പ് പിടിക്കുക. ഇനി 2 ദിവസം പറ്റില്ലെങ്കിൽ 1 ദിവസമെങ്കിലും നോമ്പ് പിടിക്കുക. എന്നെയും കൊണ്ട് കൂട്ടിയാൽ കൂടൂല എന്ന് പറയണ്ട. 1 ദിവസമെങ്കിലും നോമ്പ് പിടിക്കുക. നോമ്പ് പിടിച്ചാൽ നമുക്ക് കൂലി കിട്ടും പടച്ചോന്റെ അടുത്ത് നിന്ന്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കും. നമ്മുടെ കത്തിക്കരിയാൻ ബാക്കി കിടക്കുന്ന ഫുഡൊക്കെ നമ്മൾ ഡൈജസ്റ്റ് ആവാത്ത, ദഹിക്കാത്ത ഫുഡ് ഉണ്ടല്ലോ, നമ്മൾ വാരി വലിച്ച് കഴിച്ച ഫുഡൊക്കെ. അപ്പൊ ഇതിന്റെയൊക്കെ എനർജി എടുത്തിട്ട് ഇതിനൊക്കെ ഫാറ്റ് ആക്കി ശരീരം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ അങ്ങോട്ട് ഭക്ഷണം കൊടുക്കാണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ സ്റ്റോർ ചെയ്ത ഫാറ്റ് ഒക്കെ എടുത്തിട്ട് നമ്മുടെ ശരീരം വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഈ സ്റ്റോർ ചെയ്ത ഫാറ്റ് ഒക്കെ ഒന്ന് ഉരുകി പോകണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 തവണയെങ്കിലും ഒന്ന് നോമ്പ് പിടിക്കുക. ഇനി അത് പറ്റില്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പിടിക്കുക. ഇനി അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പകലൊക്കെ ഭക്ഷണം കഴിച്ചോ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പരിപാടി, രാത്രി 7 മണിയുടെ മുന്നേ ഭക്ഷണം കഴിച്ച് നിർത്തുക. പിറ്റേത്തെ ദിവസം രാവിലെ 9 മണിക്ക് ഭക്ഷണം കഴിക്കുക. അത് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്നാണ് അതിന് പറയുന്ന പേര്. ഓക്കെ. ഇതിലേതെങ്കിലും ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്തിരിക്കുക കേട്ടോ. ഇനി ക്ഷീണാണ്, എനിക്ക് തോന്നുന്നില്ല, എനിക്ക് പറ്റുന്നില്ല എന്നൊന്നും പറയരുത്. അത് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മളിപ്പോ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറൊരു കാര്യം, എന്താ പറയാ, നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വർക്കൗട്ട് തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചുമ്മാ ഡാൻസ് കളിക്കുന്ന പോലെ കുറച്ച് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ശരീരമൊക്കെ മേലൊക്കെ ഒന്ന് അനക്കുക. അത്രേ ഉള്ളൂ. അത് നിങ്ങൾ എന്ത് ചെയ്തിട്ട് നനയ്ക്കാലും കുഴപ്പമില്ല.
വേണമെങ്കിൽ പിള്ളേരെ സൈക്കിൾ എടുത്ത് ചവിട്ടിക്കോ, അതല്ലെങ്കിൽ വല്ല ട്രെഡ്മില്ലിലും കയറിക്കോ, ഇനി ജിമ്മിന് പോകണമെങ്കിൽ ജിമ്മിന് പോയിക്കോ, നമുക്ക് മിസ്റ്റർ പൂഞ്ഞിക്കര ആവണമെങ്കിൽ അങ്ങനെ ചെയ്യാം, വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഓടണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാം, എന്ത് വേണമെങ്കിലും വാട്ട് എവർ മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം അനങ്ങിയിരിക്കണം. ഏറ്റവും മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് അനക്കുക കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത സാധനം നമുക്ക് ഈ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒറാക്സിൻ എ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വേറൊരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നത് നല്ല ഒരു ക്വാളിറ്റി സ്ലീപ്പ് ആയിരുന്നു അല്ലെ. നന്നായിട്ട് ഉറങ്ങണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഈ ക്വാളിറ്റി സ്ലീപ്പ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഡെയിലി 8 to 9 മണിക്കൂർ ഉറങ്ങാന്നുള്ളതാണോ? നിങ്ങൾ ഇനിയിപ്പോ എല്ലാവരും പറയില്ല, നമുക്ക് എല്ലാവർക്കും 6 to 7 മണിക്കൂർ ഉറങ്ങാം, അല്ലെങ്കിൽ 7 to 8 മണിക്കൂർ ഉറങ്ങാൻ പറ്റിയാൽ അതൊരു നല്ലൊരു കാര്യമാണ്. എല്ലാ ദിവസവും നമുക്ക് 7 മണിക്കൂർ ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, നല്ല കാര്യം. അപ്പൊ നമ്മുടെ ഒരു ബിസി ഷെഡ്യൂളിൽ നമുക്ക് എപ്പോഴും 7 മണിക്കൊന്നും ചിലപ്പോൾ പോയി, അല്ലെങ്കിൽ 7 മണിക്കൂറൊന്നും ഉറക്കം കിട്ടില്ല അല്ലെ. നമ്മൾ കിടക്കുന്നത് 10 മണിക്കായിരിക്കും, ചിലപ്പോൾ എണീക്കുന്നത് 12 മണിക്ക്, അല്ല 4 മണിക്ക് തഹജ്ജുദിന് എണീക്കും, അല്ലെങ്കിൽ 11 മണിക്ക് കിടന്നിട്ട് 4 മണിക്ക് എണീക്കുന്നവരുണ്ടാവും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിലും എന്താണ് നടക്കേണ്ടത്? നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? ഇത് നന്നായിട്ട് ഞാൻ ഉറങ്ങിയോ ഉറങ്ങിയില്ലേ എന്നുള്ള കാര്യം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമുക്ക് ഏറ്റവും ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്ന, ആയുർവേദ വിധി പ്രകാരം നമുക്ക് ഏറ്റവും ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്ന സമയം എന്ന് പറഞ്ഞാല് രാത്രി 10 മണി മുതൽ 12 മണി വരെയുള്ള സമയമാണെന്നാണ് പറയുന്നത്. നമ്മൾ കിടന്നൊന്ന് ഉറങ്ങി, ജസ്റ്റ് ഇപ്പൊ തന്നെ ഉറങ്ങോ? ഞാൻ കരുതി ഈ ഉറങ്ങി വീണെന്ന്. നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആട്ടോ നമ്മൾ എടുക്കുന്നത്. ക്ലാസ്സിലൊക്കെ ഇരുന്ന് ഉറങ്ങി ഓടിക്കും ഞാന്. മ്യൂട്ട് മാറ്റടാ, കേൾക്കണില്ല. ഉറങ്ങില്ലത്താ. ഞാൻ 12 വരെ എന്ന് പറയുമ്പോ ഞാനപ്പ തീരെ ഉറങ്ങില്ലേന്ന് ഞാൻ തന്നെ ആലോചിക്കുക. നമുക്ക് ഡീപ്പ് സ്ലീപ്പ്, നല്ല ക്വയറ്റ് ആയിട്ടുള്ള ഡീപ്പ് ആയിട്ടുള്ള നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടുന്ന അത്രയും നല്ല ഗുണമുള്ള സ്ലീപ്പ് നമുക്ക് കിട്ടുന്നത് ആയുർവേദ വിധി പ്രകാരം അവർ പറയുന്നത് 10 മണിയുടെയും 12 മണിയുടെയും ഇടയ്ക്കാണെന്നാണ്. അതായത് നമ്മൾ നമ്മുടെ മാക്സിമം ടയർഡ്നെസ് അവിടെ ഹീൽ ചെയ്യുന്ന സമയമാണിത്. കടന്നുറങ്ങി നമ്മൾ ഫസ്റ്റ് ഉറങ്ങി ആ ഒരു ഉറക്കത്തിൽ നിന്ന് നമ്മൾ അത് ആസ്വദിച്ച് ഉറങ്ങുന്ന ഒരു സമയം ഉണ്ടല്ലോ. നമ്മൾ പറയില്ലേ, കണ്ണിലൊന്ന് ഉറക്കം പിടിച്ച് വന്നപ്പോഴേക്കും വിളിച്ചു വിട്ട് എന്ന് പറയില്ലേ. നമ്മളതിനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് മണ്ട കായുന്ന ഒരു സമയമുണ്ട്. ആ സമയമാണ് നമ്മൾ കിടന്നുറങ്ങുന്ന ഫസ്റ്റ് 2 hours. അപ്പൊ 10 മണിക്ക് തന്നെ ഒന്നാമത്തെ കാര്യം ചെയ്യാം, നിങ്ങളുടെ സ്ലീപ്പ് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യാം. ഞാൻ 10 മണിക്ക് ഉറങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ കൊന്നിട്ടാണെങ്കിലും 10 മണിക്ക് തന്നെ പോയി കിടക്കുക. കൊല്ലണ്ട, ഒന്ന് പേടിപ്പിച്ചാൽ മതി. എന്നാലും ഒരു 10 മണിക്ക് തന്നെ പോയി കിടന്നുറങ്ങാം. അപ്പൊ നിങ്ങൾക്ക് തഹജ്ജുദിന് എണീക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ സമയം വരെ നിങ്ങൾ നിങ്ങളുടെ സ്ലീപ്പ് മോണിറ്റർ ചെയ്യുക. അതായത് ഉറക്കത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എഴുന്നേൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് എണീക്കുന്നത് എന്നുള്ളത്. നമ്മുടെ ബ്രെയിൻ 3 രീതിയിലാണ് ഫങ്ഷൻ ചെയ്യുക. രാവിലത്തെ ടൈമിൽ വന്നിട്ട് ഒന്നാമത്തെ രീതി പറഞ്ഞാല് പുതിയ പുതിയ കാര്യങ്ങൾ കാണുന്നതും കേൾക്കുന്നതും. ഇപ്പൊ നിങ്ങൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ആദ്യമായിട്ട്, നിങ്ങൾ ഇതിന് മുന്നേ എവിടെ നിന്ന് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ മുന്നേ എവിടെന്നെങ്കിലും കേട്ടിട്ടുണ്ടോ വാക്സിനെ കുറിച്ചിട്ടോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ കുറിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും? ഇല്ല. അപ്പൊ ഇത് പുതിയ അറിവാണ്. സോ നിങ്ങളുടെ ബ്രെയിൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയ ഡാറ്റ കളക്ട് ചെയ്യാണ്. ഓക്കെ, ഇനി നിങ്ങൾ അടുത്ത തവണ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് ക്ഷീണം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കാം, ഓക്കെ എനിക്ക് വേണ്ടത്ര എന്റെ ഒറാക്സിൻ എക്ക് ഉൽപ്പാദിപ്പിക്കാനുള്ള ഇനിയും കുറച്ചും കൂടെ എനിക്ക് ഉൽപ്പാദിപ്പിക്കാനുണ്ട് എന്നുള്ളൊരു ഫീല് നിങ്ങൾക്ക് അടുത്ത് നിങ്ങളുടെ മൈൻഡ് ഇൻഡിക്കേഷൻ തരണല്ലേ, ബ്രെയിൻ നിങ്ങൾക്ക് തരണം. ഐഷ അല്ലെങ്കിൽ ഹനി നിങ്ങൾ ടയേർഡാണ്, ഐഷ നീ ടയേർഡാണ് എന്നുള്ളത് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ ഇൻഡിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അറിവ് വേണം. ഈ അറിവില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയും, എനിക്ക് മടിയാണ്, എനിക്ക് ഒന്നും ചെയ്യാൻ വയ്യ, ഇനിയിപ്പോ ഇത്തിരി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലോ പിന്നെ വീട്ടിലുള്ളവരൊക്കെ ക്രിമിനൽസും ആയി അല്ലേ. നമുക്ക് വയ്യാഞ്ഞിട്ട് നമ്മളെ മറ്റേ വല്ലതും ചെയ്യണം. സുബ്ഹാനല്ലാഹ്, വീട്ടുകാരത്ത് വല്ല പാകിസ്ഥാനിലേക്ക് ടിക്കറ്റ് വേണോ ചോദിക്കാതിരിക്കാൻ നല്ലത്. അജാതി ഡ്രാക്കുളകളാവില്ലേ. ഞാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ എന്റെ അനുഭവം വെച്ചിട്ടാ പറയണേ, ഞാൻ അത്ര നല്ലതൊന്നും ആയിരുന്നില്ല. ഞാൻ എന്റെ കുട്ടികളോടൊക്കെ പറയും, രണ്ടെണ്ണം ഉണ്ട്, കെട്ടിയവനും ചേർത്ത് പറയും, ഈ വീട്ടില് 3 എണ്ണം ഉണ്ട്, അഴിച്ചിട്ട പാന്റ് എവിടെയെങ്കിലും കൊണ്ടിടാൻ അറിയില്ല, അവിടെ ഇവിടെ എടുത്തിരുന്ന ആൾക്കാരാണ്, ഞങ്ങളുടെയൊക്കെ പൈസ തരാത്ത വേലക്കാരിയാണെന്നാണ് വിചാരം, എല്ലാം ചെയ്തു തന്നിട്ട് ഞാൻ നിങ്ങളെ വഷളാക്കി കഴിഞ്ഞ് വഴി തെറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ യുദ്ധം വിട്ടിരുന്നു. നിങ്ങളാരും വിട്ടൂല? ആ അതാണ് പിന്നെ. പക്ഷെ നമുക്ക് വേണ്ടത്ര എനർജി ഉണ്ട്. നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഒറാക്സിൻ, നമ്മുടെ ഡൊപ്പാമിൻ, ഓക്സിറ്റോസിൻ ഒക്കെ നിങ്ങളിങ്ങനെ കുറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നുള്ള ഒരു ധാരണയിലാണ് കേട്ടോ മക്കളെ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കുറെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ നമുക്ക് ആവശ്യമുള്ളത്. അതായത് ഡൊപ്പാമിൻ, സെററ്റോണിൻ, പിന്നെ ഓക്സിറ്റോസിൻ, എൻഡോഫിൻ, മെലറ്റോണിൻ, അങ്ങനെ കുറേ കുറേ ഉണ്ട്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ശരീരം കൂടുതലായിട്ട് വർക്ക് ചെയ്യാനും നമുക്ക് കൂടുതലായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാനും സന്തോഷമായിട്ട് ഇരിക്കാനും നമ്മളൊരു പണി ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഞാനൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കണം, അൽഹംദുലില്ലാ എന്റെ ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ.
എന്റെ എനർജി അത് കൺസ്യൂം ചെയ്യുന്നുണ്ട് വേണ്ട പോലെ. അപ്പൊ എന്റെ ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ ഹാപ്പി ആണെന്ന് മനസ്സിലാക്കണം. അപ്പൊ കെട്ടിയവന് ഒരു ഗ്ലാസ് ചായ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നടന്നു പോയി നിന്ന് ഉണ്ടാക്കി തിരിച്ചു കൊടുന്ന് കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സറിഞ്ഞൊന്ന് അൽഹംദുലില്ലാ പറയും. മൂപ്പര് ചായ കുടിച്ചോ കുടിച്ചില്ലേ അത്രയും പണി നമുക്ക് കിട്ടിയല്ലോ എന്നുള്ളൊരു ഫീൽ നമുക്ക് വരും. അതല്ലാന്നുണ്ടെങ്കിൽ പുറത്തുനിന്നല്ലേ വന്ന് ഒരു ചായക്കടയിൽ നിന്ന് കുടിച്ചിട്ട് വന്നാൽ മതിയായിരുന്നില്ലേ, എന്തിനാ എന്നെ ഇങ്ങനെ ഇടങ്ങാറാക്കണേ എന്നുള്ളൊരു സാധനം ചിലർക്കെങ്കിലും വരും. എനിക്കെന്റെ കെട്ടിയൻ ചായ ചോദിച്ചാൽ വലിയ കുഴപ്പമില്ല, ചിലർക്കെങ്കിലും വരും. എന്റെ താത്ത ഞാൻ പറയണ ഞാൻ കേട്ടിട്ടുണ്ട്, അത് ഞാൻ പറയാനുള്ള കാരണം ഓള് പറയും ഇത് അവിടെ നിന്നും കഴിക്കണം, ഇവിടെ വന്നിട്ടും കഴിക്കണം, അപ്പുറത്തുനിന്നും കഴിക്കണം, ഇതൊക്കെ എവിടുക്കാ ഇത് പോണെന്ന് ചോദിക്കും. സ്വന്തം താത്തല്ല കേട്ടോ. ഓക്കെ. പിന്നെ നമ്മുടെ ബ്രെയിൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡാറ്റ കളക്ട് ചെയ്ത് വെച്ച ഡാറ്റേനെ എടുത്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മുടെ ബ്രെയിനിനുണ്ട്. ഓക്കെ. നമ്മൾ മുന്നേ കൂട്ടി കുറെ ഡാറ്റകൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം എങ്ങനെ പാത്രം കഴുകണം എന്നറിയാം, എങ്ങനെ എഴുതണം എന്നറിയാം, എങ്ങനെ വായിക്കണം എന്നറിയാം. നമ്മളൊക്കെ എഴുതാനും വായിക്കാനും ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ച നമ്മുടെ ബ്രെയിൻ സ്റ്റോർ ചെയ്ത് വെച്ച ഡാറ്റ നമ്മൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്ഥിരമായി ഇപ്പൊ നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വർക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവാം അല്ലേ. അതേ സാധനം നമുക്ക് പുതിയതായിട്ട് ഇപ്പൊ നിങ്ങളൊരു പുതിയൊരു ആപ്ലിക്കേഷൻ പഠിച്ചു, അല്ലെങ്കിൽ ഇപ്പൊ ഗൂഗിൾ മീറ്റ് ആദ്യമായിട്ട് ഗൂഗിൾ മീറ്റ് ഒക്കെ എടുത്ത് ജോയിൻ ആവുന്ന ആൾക്കാർ ഫസ്റ്റ് ആയിട്ട് പോയി ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് മീറ്റിൽ എങ്ങനെ ജോയിൻ ആവണ്ടേന്ന് പഠിച്ചു. അത് ഒരു തവണ നിങ്ങളുടെ ഈ ഡാറ്റ എന്ത് ചെയ്തു സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലെ. ബ്രെയിന് നമ്മൾ കാണുന്ന എല്ലാം നമ്മുടെ ബ്രെയിൻ സ്റ്റോർ ചെയ്യുന്നുണ്ടോ, നമ്മൾ കാണുന്ന എല്ലാം നമ്മുടെ ബ്രെയിന് ഹോൾഡ് ചെയ്യുക ചെയ്യുന്നത്. അതായത് പിടിച്ചു വെക്കും. ഇത് പിടിച്ചു വെച്ചിട്ട് രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് എന്ത് നടക്കുന്നത്, അനാലിസിസും അതേപോലെ തന്നെ സേവിങ്സും നടക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ബ്രെയിൻ തീരുമാനിക്കുകയാണ് നമ്മൾ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള കുറെ സാധനങ്ങൾ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ഫീഡ് ചെയ്യും, സേവ് ചെയ്ത് വെക്കും. എന്നിട്ട് നമുക്ക് വേണ്ടാത്ത ഇമ്പോർട്ടന്റ് അല്ല എന്ന് നമ്മളിങ്ങനെ കണ്ടപ്പോൾ നമുക്ക് അത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നാത്ത സാധനങ്ങളെയൊക്കെ ബ്രെയിൻ എന്ത് ചെയ്യും, ഡിലീറ്റ് ചെയ്ത് കളയും അല്ലെ. നമ്മൾ കാണുന്നതിനെ എല്ലാം പാടെ എടുത്ത് സേവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റാമ് ഫുൾ ആവോ, ചിലപ്പോൾ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും ഫുള്ളായിട്ട് സേവ് ചെയ്യാത്ത അല്ലേ. ഇനിയിപ്പോ നമ്മുടെ റാമ് മറ്റേ ഫുള്ളായിട്ട് നമുക്ക് വട്ടായാലോ. ശരിക്കും ഒരു സാധാരണ മനുഷ്യന്മാർ അവരുടെ ബ്രെയിനിന്റെ 10% പോലും യൂസ് ചെയ്യുന്നില്ല എന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മുടെ കോൺസെൻട്രേഷൻ നമ്മൾ എന്താ പറയാ നല്ല രീതിയിൽ ഇംപ്രൂവൈസ് ചെയ്യാനും കാര്യങ്ങൾ കുറെ കൂടുതൽ ഡാറ്റ നമ്മുടെ ബ്രെയിൻ സ്റ്റോർ ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമുക്ക് ക്വാളിറ്റി സ്ലീപ്പ് വേണം അല്ലേ. അല്ലെങ്കിൽ കുറച്ച് മാത്രമേ നമ്മുടെ ബ്രെയിനിന് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്ത് ആ സ്ലീപ്പിനെ ഡിസ്റ്റർബ് ചെയ്ത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ സ്ലീപ്പ് ഡിസ്റ്റർബ് ആയിട്ട് പോകുന്നുണ്ടാവും, അതിന് കുറച്ച് കാരണങ്ങൾ ഉണ്ടാവും, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എല്ലാ ദിവസവും നമ്മൾ ഒരേ സമയത്ത് ഉറങ്ങാൻ പോകുന്ന പറയുന്നത് നമ്മൾ ആ സമയം ആകുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിന് അറിയാൻ പറ്റും ഓക്കെ നമ്മൾ ഉറങ്ങാനായിട്ട് പോവാണ്. അപ്പൊ നമ്മൾ പ്രിപ്പയർഡ് ആയി. നമ്മൾ നേരത്തെ കാലത്ത് അപ്പൊ നമ്മൾ ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാടിലാണെന്നുണ്ടെങ്കിൽ ഒളു ചെയ്യുക, ബ്രഷ് ചെയ്യുക, നമ്മൾ വൃത്തിയായിട്ട് ഇരിക്കുക, മുന്നേ ഉള്ള അധികാറുകൾ, ഈവനിങ് അധികാറുകൾ, ഈ സംസ്കാരത്തിന് ശേഷം അധികം സംസാരിക്കരുത് എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം നമുക്കൊരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് അല്ലെ. നമ്മൾ അധികം സംസാരിക്കുന്നതിന്റെ ഇടയിലായിരിക്കും ചിലപ്പോൾ നമ്മളെ വറീഡ് ആക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം കയറി വരിക. അപ്പൊ എന്ത് ചെയ്തു, അന്നത്തെ ദിവസം ഉറക്കം ഖലാസ്. നമ്മുടെ ബ്രെയിൻ അതിൽ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ആലോചിച്ച കാര്യത്തിൽ. ഇപ്പൊ നമ്മൾ വൈകുന്നേരം ഇശാ നമസ്കാരത്തിന് ശേഷം നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്രേ, പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക, സമാധാനമായിട്ടിരിക്കുക. മാക്സിമം നമ്മുടെ മൈൻഡിനെ ആശ്വാസം കൊടുത്തുകൊണ്ട് നമ്മുടെ മൈൻഡ് നമ്മളെപ്പോഴും എന്താ പറയാ കാരുണ്യം കാണിക്കുക, സ്വന്തത്തോട് കാരുണ്യം കാണിക്കുക. എന്റെ അടുത്ത് എനിക്ക് ഇത്തിരി കരുണ ഉണ്ടായിരിക്കണം, എന്റെ മനസ്സിനോടും എന്റെ ആത്മാവിനോടും എനിക്ക് ഇത്തിരി കരുണ ഉണ്ടായിരിക്കണം. പിന്നെ വൈകുന്നേരങ്ങളിൽ കോഫി ടീ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ ഒന്ന് നിർത്തുക, ഒന്നല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നിർത്തുക. ഷുഗർ കൺസംഷൻ ഭയങ്കര ഡേഞ്ചറസ് ആണ്. കഫൈൻ ആൾസോ നമുക്ക് ഒരു തവണ നമ്മൾ കോഫി അല്ലെങ്കിൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം വരയ്ക്കും 8 hours അതിന്റെ എഫക്റ്റ് ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ രാവിലെ കുടിച്ച ചായ നമുക്ക് എന്ത് ചെയ്യാം, വൈകുന്നേരം വരെയും നമുക്ക് വേണ്ട ഇമ്മ്യൂൺ ബൂസ്റ്റേഴ്സ്, കോഫിയിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാ കിട്ടുന്നത്, ആന്റി ഓക്സിഡൻസ്, ഇമ്മ്യൂൺ ബൂസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പൊ വൈകുന്നേരം വരെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വൈകുന്നേരത്ത് കുടിച്ചാൽ എന്താവും, നമ്മുടെ ബ്രെയിനിനെ വീണ്ടും വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഒറാക്സിൻ എനെ നമ്മൾ ബൂസ്റ്റ് ചെയ്യാന്ന് പറയില്ലേ, അതിനെ നമ്മൾക്ക് ഇപ്പൊ കയ്യിൽ പെട്ടെന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഒരു വൈബ്രേഷൻ വരില്ലേ നമ്മുടെ നെർവിൽ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തത് അത്, അല്ലെങ്കിൽ ഇത് ഇവിടെ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീൽ വരും. അതേപോലെ നമ്മൾ ഇതിനെ നമ്മുടെ ആക്റ്റീവ് ആവാൻ വേണ്ട ഹോർമോൺസിന് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് എന്ത് ചെയ്യുന്നത്, കഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഈ കഫൈന് ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുമോ, നമ്മൾ വിചാരിക്കും ഞാൻ ഉറങ്ങി എന്നുള്ളത്, ഇൻഡയറക്ട്ലി നമ്മുടെ ബ്രെയിന് വീണ്ടും വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ബ്രെയിൻ എങ്ങനെയാണ് വീണ്ടും വർക്ക് ചെയ്യുന്നത്, നമ്മൾ ഈ കളക്ട് ചെയ്ത ഡാറ്റേനെയും അതേപോലെ ഓൾറെഡി വെച്ചിട്ടുള്ള ഡാറ്റേനെയും ഒക്കെ പാടെ വെച്ചിട്ട് പിന്നെയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ ഉള്ളിലോട്ട് കുറെ ചിന്തകളെ കൊണ്ടുവന്നിട്ട് തരും അല്ലെ. ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ ഫ്രഷ് ആയിട്ട് എണീക്കാൻ പറ്റുന്നുണ്ടോ, അന്ന് നിങ്ങൾ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പിച്ചോ.
ഓക്കെ, അതാണ് ഡീപ്പ് സ്ലീപ്പ്. നിങ്ങൾ ഒരു 5 മണിക്കൂർ ഉറങ്ങി, ആ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു ഫീലും ഇല്ല 5 മണിക്കൂറേ ഉറങ്ങിയിട്ടുള്ളൂ എന്നുള്ള ഒരു പ്രശ്നവും നിങ്ങൾക്കില്ല. അല്ലെങ്കിൽ 4 മണിക്കൂറേ ഉറങ്ങിയിട്ടുള്ളൂ എന്നുള്ള ഒരു പ്രശ്നമില്ല. ഞാൻ ഓക്കെയാണ്. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ 4 മണിക്കൂർ സ്ലീപ്പ് മതി. വേറെ പ്രത്യേകിച്ച് ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉറക്കം ഡിസ്റ്റർബ് ആവും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്, നമ്മൾ 20 മിനിറ്റ് എങ്കിലും ശരീരം ഒന്ന് അനക്കി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒറാക്സിൻ എ ഉൽപ്പാദിപ്പിക്കും എന്നുള്ളത്. അപ്പൊ ഒരു മിനിമം 20 മിനിറ്റ് നടക്കാനെങ്കിലും, നമ്മൾ എത്ര പ്രായമുള്ള ആൾക്കാരത്തും നടക്കാനെങ്കിലും പറയുന്നത് എന്തിനാ വെച്ചാൽ 20 മിനിറ്റ് നടന്നാൽ അവരുടെ ശരീരത്തിൽ കുറച്ചെങ്കിലും ഈ പറയുന്ന ഒറാക്സിൻ എ ഉണ്ടാവും, ഉൽപ്പാദിപ്പിക്കും. അപ്പൊ എന്താവും, അവർക്ക് ഇത്തിരിയും കൂടെ ഹാപ്പി ആയിട്ട് പണികൾ ചെയ്യാൻ പറ്റും, ആക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ പറ്റും. അല്ലെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പ്രായമായ അമ്മമ്മമാര് എന്തെങ്കിലുമൊക്കെ ഒരു പണി ചെയ്യുകയാണെങ്കിൽ, ഒരു പണിക്ക് അവർ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരുന്ന് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ഒരു പണി അവർക്ക് ചെറുതായിട്ടൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ഇങ്ങനെ അടുത്ത പണി അടുത്ത പണി അടുത്ത പണി, പേരക്കുട്ടികളുടെ കൂടെ കളിച്ച് അല്ലെങ്കിൽ തുണി മടക്കി വെച്ച് കുഞ്ഞു കുഞ്ഞു ജോലികളാണെങ്കിൽ അവരത് ഇങ്ങനെ ചെയ്തുകൊണ്ട് പോണത് കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണ്, അവരുടെ ഒറാക്സിനെ അവിടെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്, അത് ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പൊ പിന്നെ അവരത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. നമ്മളാണെങ്കിലും നമ്മൾ മടി പിടിച്ച ഒരു മൂലയ്ക്ക് ഇരിക്കുക വിചാരിച്ചോ, നമ്മൾ ഇങ്ങനെ ഇരിക്കും, സുബ്ഹാനല്ലാഹ് എത്ര നേരം വേണമെങ്കിലും നമ്മൾ ഇരിക്കും. പക്ഷെ അതന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് നമ്മൾ ഒരു ജോലി ചെയ്യാൻ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ, ചിലവർ അങ്ങനെയാണല്ലേ, ചിലവർ ഒരാഴ്ച വീടൊന്നും വൃത്തിയാക്കൂല, അവിടെ കിടക്കുന്നുണ്ടാവും എല്ലാം പാടെ. എന്നിട്ട് ഈ ഒരാഴ്ചയിൽ ഒരു തവണ രണ്ടും കൽപ്പിച്ച് മുണ്ടൊക്കെ മടക്കി കുത്തിയാണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അന്ന് എല്ലാം കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്കും കെട്ടിയവൻ വീട്ടിൽ വരുമ്പോ പടച്ചോനെ വീട് മാറിയോ എന്നായിരിക്കും അല്ലെ. അലമാര വരെ വലിച്ചിട്ട് വൃത്തിയാക്കുന്ന ആൾക്കാരുണ്ട് ആഴ്ചയിൽ ഒരു തവണ. ബാത്റൂമൊക്കെ സുബ്ഹാനല്ലാഹ് ചിലപ്പോ തലേ ദിവസം പോകുമ്പോ മഞ്ഞ കളറായിരിക്കാം, പിറ്റത്തെ ദിവസം പോകുമ്പോ കാണാൻ അങ്ങനെ തിളങ്ങണു. കാരണം അന്നായിരിക്കും അവര് ക്ലീനിങ് ഡേ, അന്ന് അവര് ഫുൾ എനർജറ്റിക് ആണ്. പോയി, കാരണം എന്താ, അന്ന് ഇരുന്നിട്ടില്ല. ഈ രാവിലെ എണീറ്റ് ഇരുന്നാ പിന്നെ അങ്ങോട്ട് ഇരിക്കന്നെ, പിന്നെ ഒരു മയവും ഇല്ലാത്ത ഇരിപ്പാണ്. പിന്നെ നമ്മൾ കാപ്സ് എടുക്കുമ്പോൾ നമുക്ക് ഉറക്കം വരും, ക്ഷീണം വരും. ഇപ്പൊ നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വർക്കിംഗ് വുമൺ ആണ്, നിങ്ങൾ ഒരുപാട് ജോലി ചെയ്യേണ്ട ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫുഡിൽ കാർബൺ ഡൈ ഓക്സൈഡ് കുറയ്ക്കുക, അല്ല സോറി കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുക, മാക്സിമം കുറയ്ക്കുക. നമ്മൾ എത്രമാത്രം കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് കഴിക്കുന്നുണ്ടോ അത്രമാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് ആക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് കാർബ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെയല്ല കേട്ടോ. കാർബ്സ് നമ്മൾ കുറച്ച് കഴിക്കുക. ഇപ്പൊ അരിയാണെങ്കിലും ഒരു നേരം അത് ഇത്തിരി കഴിക്കുക, ചോറ് ഇട്ടാ ഇത്തിരി കഴിക്കാം. അതേപോലെ ഇനിയിപ്പോ പകരം നിങ്ങൾ ഇഡ്ഡലിയോ ദോശയൊക്കെ കഴിക്കുന്ന വെച്ചാൽ ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം, ഇനി മാക്സിമം ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ലിമിറ്റ് ഇല്ലാണ്ട് ചവിട്ടി പിടിക്കാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ 3 എണ്ണത്തിൽ നിർത്തുക. വലിപ്പം കുറച്ചാൽ മതി, ദോശയുടെ വലിപ്പം കുറയ്ക്കുക, കുഞ്ഞി ദോശ ചൂടുക, എന്നിട്ട് 3 എണ്ണം കഴിക്കുക, ആവും, സമാധാനമായി, 3 എണ്ണം കഴിച്ചു. അല്ലെങ്കിൽ ഇഡ്ഡലി ആണെങ്കിൽ ഇത്തിരി മാവ് ഒഴിച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുക, എന്നിട്ട് 3 എണ്ണം കഴിക്കുക. അപ്പൊ അങ്ങനെ കഴിച്ചോ, കുഴപ്പമില്ല. ഓക്കെ. പിന്നെ നമ്മൾ വേറൊരു കാര്യം, ഉറങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ടയേർഡ് ആവാൻ വേണ്ടി കാത്തിക്കാതിരിക്കുക. ഇപ്പൊ ഞാൻ നല്ലോണം ടയേർഡായി, ഞാൻ ബെഡ് കണ്ട അവിടെ ഞാൻ വീഴുന്നുള്ള ഒരു അവസ്ഥയിൽ പോയിട്ട് ഉറങ്ങാതിരിക്കുക. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ കാലത്തെ ടൈം ഫിക്സ് ചെയ്യാൻ പറഞ്ഞത്. 10 മണിയാണോ, അന്ന് നിങ്ങൾക്ക് എത്ര ഉറക്കം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ പോയി കിടക്കുക. ചിലവർ അങ്ങനെയാണ്, ഉറക്കം വന്നിങ്ങനെ കണ്ണിങ്ങനെ തന്നെ തുറരാതെ ആവണം എന്നാൽ മാത്രമേ പോയി കടന്നുറങ്ങുള്ളൂ. അതുവരെ ഇരിക്കും, ഒന്നല്ലെങ്കിൽ ടി വി കണ്ടിട്ടിരിക്കും, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, ബി കെയർഫുൾ. നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് വെച്ചിട്ട് റിസ്ക് എടുക്കാതിരിക്കുക. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാതിരിക്കുന്ന വേറൊരു വലിയൊരു കണ്ടീഷനാണ് നിങ്ങളുടെ സ്ട്രെസ്, ആങ്സൈറ്റി, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ബ്ലഡ് തീരെ ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നിങ്ങളുടെ സ്ട്രെസ് ലെവൽ ഒന്ന് അനലൈസ് ചെയ്യുക സ്വന്തമായിട്ട്. എപ്പോഴും ഒരേ കാര്യം ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കുക, ഓവർ തിങ്കിങ് ഉണ്ടോ എന്ന് ആലോചിക്കുക. പിന്നെ അതേപോലെ ആങ്സൈറ്റി ഉണ്ടോ, അതായത് ചുമ്മാ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഒരു പേടി വരും. വെറുതെ ചിലപ്പോൾ ഒരു കാരണമില്ലാണ്ട് പേടിക്കുന്ന ആൾക്കാരുണ്ട്, ഒരു കാരണമില്ലാണ്ട് കരയുന്ന ആൾക്കാരുണ്ട്. ഇത് മൂഡ് സ്വിങ്സിന്റെ കാര്യമല്ല പറയുന്നത് കേട്ടോ, മൂഡ് സ്വിങ്സ് എൻ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മൾ സ്ത്രീകൾക്ക് ഇടക്ക് വരുന്നതാണ്, എന്തിനാണ് സങ്കടം വരുന്നതെന്ന് പോലും അറിയാത്ത ആൾക്കാർ. പക്ഷെ ഇത് കൂടെ കൂടെ വരും. അതായത് ഒരു മന്തിൽ നിങ്ങൾക്ക് ഒരു 3-4 തവണയൊക്കെയാണ് ഇതുപോലെ ഒരു കാരണം ഇല്ലാണ്ട് സങ്കടം വരുന്നത്, ദേഷ്യം വരുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഫൈൻ. അത് മൂഡ് സ്വിങ്സിന്റെ ഒരു നമ്മൾ സ്ത്രീകളിൽ വരുന്ന ഹോർമോൺ ചേഞ്ചസ് അതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന മൂഡ് സ്വിങ്സ് ആണ്. പക്ഷെ ഇതല്ലാതെ എപ്പോ നോക്കിയാലും പുറത്ത് പോകുന്ന കെട്ടിയനെ വിളിച്ചിട്ട് വെറുതെ വെറുതെ നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങളൊക്കെ ഓക്കെ ആണോ, കുട്ടീനെ വിളിച്ചിട്ട് പഠിച്ചോനെ എന്റെ കുട്ടി വീണേരിക്കോ, എന്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയിരിക്കോ, അങ്ങനെ. ഇനി ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഇരുന്ന് ആലോചിച്ചിട്ട് എന്തൊക്കെയാ ഞാൻ ചെയ്യണേ റഹ്മാനെ, എന്നെ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാ ഞാൻ ചെയ്യണേ, ഇതെല്ലാം ചെയ്യുന്നുണ്ടാവും, എന്നാലും ഇരുന്ന് പഴി പറയുന്നുണ്ടാവും. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അവരൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ. എന്നിട്ട് അപ്പുറത്തെ വീട്ടുകാരനും ഇപ്പുറത്തെ വീട്ടുകാരനും കുടുംബക്കാരനും ഒക്കെ പാടെടുത്ത് ആലോചിച്ചോണ്ടിരിക്കും. വകയിൽ ഏതോ കുടുംബത്തിലത്തെ താത്താന്റെ കുട്ടി ഡോക്ടറായിട്ടുണ്ടാവും, നമ്മുടെ 4.5 വയസ്സായ കുട്ടിനെ എങ്ങനെ ഡോക്ടർ ആക്കാന്ന് ഇന്ന് ആലോചിച്ച് സങ്കടപ്പെടുന്നുണ്ടാവും. അങ്ങനത്തെയൊക്കെ പരിപാടി ഉണ്ടോന്ന് സ്വന്തമായിട്ടൊന്ന് ആലോചിക്കാട്ടാ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് തിരുത്താൻ വേണ്ടിയിട്ട്, നമ്മൾ പറയുന്ന തിരുത്താൻ വേണ്ടി നമുക്ക് കുറെ കാര്യങ്ങളുണ്ടല്ലേ, മെഡിറ്റേഷൻ, ജേർണലിംഗ്,
അതേപോലെ നമ്മളെ കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ അതിനെ എഴുതി വെച്ച് കത്തിച്ച് കളയുക, അത് നമ്മുടെ ഫോർഗിവ്നെസിന്റെ ഭാഗമായിട്ട്. പിന്നെ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പേപ്പറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് തീരെ കൺട്രോളിൽ നിൽക്കുന്നില്ല, നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെവിലി ഡിപ്രഷൻ തന്നെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവർ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതൊക്കെ നിങ്ങൾ മിനിമം 21 ദിവസം ടു 3 മാസം, ആ 3 മാസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം പോലും ബ്രേക്ക് എടുക്കാണ്ട് ചെയ്ത് നോക്കിയിട്ട് മതിട്ടോ നിങ്ങളുടെ രോഗിയാക്കി മുദ്ര കുത്തുക. അതായത് 21 ദിവസം എന്ന് പറയുമ്പോൾ അതിൽ ആദ്യത്തെ 7 ദിവസം ഒരു ദിവസം ഇടവിടാണ്ട് കൃത്യമായി ക്ലാസ് അറ്റൻഡ് ചെയ്തു, മെഡിറ്റേഷൻ ചെയ്തു, ജേർണലിംഗ് ചെയ്തു, അൽഹംദുലില്ലാ കറക്റ്റ് ഒരു വക്ത് വിടാണ്ട് നിസ്കരിച്ചു, പറഞ്ഞ സൂറത്തുകളെല്ലാം ചെയ്തു. നമ്മൾ മോർണിംഗ് അതുക്കാർ ഓതി, ഈവനിങ് അതുക്കാർ ഓതി, എല്ലാം എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. വർക്കൗട്ടും ചെയ്തു, സക്സസ് സ്റ്റാർ ഒക്കെ ഇട്ട് വെച്ചു. 8ാമത്തെ ദിവസം പകുതിയില്ല, പകുതിയുണ്ട്. 9ാമത്തെ ദിവസം വീണ്ടും പകുതിയില്ല, പകുതിയുണ്ട്. പിന്നെ ഒരു 12ാമത്തെ ദിവസം വീണ്ടും എഗെയിൻ അൽഹംദുലില്ലാ ഞാൻ എല്ലാം ചെയ്തു. ഇതേപോലെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇതൊരു ഹാബിറ്റ് ആയിട്ട് കിട്ടൂല. അപ്സ് ആൻഡ് ഡൗൺസ് വന്നുകൊണ്ടേയിരിക്കും. ഹാബിറ്റ് ആവണമെങ്കിൽ ഒരു ദിവസം പോലും വിടരുത്. ഇപ്പൊ നമ്മൾ ഈ പറയില്ലേ ഫിക്സിന്റെ ഒക്കെ ഗുളിക കൊടുക്കുമ്പോൾ ഒരു ദിവസം വിട്ട് കഴിഞ്ഞാൽ കോഴ്സ് ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പറയും അല്ലേ? അതേപോലെ നിങ്ങൾ ഒരു ദിവസം വിട്ടാൽ എന്ത് ചെയ്യേണ്ടി വരും? ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. നമ്മുടെ ആരോഗ്യത്തിനാണ്, നമ്മുടെ മനസ്സിനാണ്, നമ്മുടെ ശരീരത്തിനാണ്, നമ്മുടെ ആത്മാവിനാണ് എന്നുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ബോധ്യത്തോടു കൂടെ നിങ്ങൾ ഇരിക്കുക കേട്ടോ. ഓക്കെ, അത് അങ്ങനെ ഇരുന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ, നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റുള്ളൂ. അതേപോലെ ചിലവരെ സംബന്ധിച്ചിടത്തോളം ഓവർ ഈറ്റ് ചെയ്യും. നമ്മൾ പ്രോട്ടീൻ ആണ്, അതുപോലെ ഫ്രൂട്ട് ആണ്, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഓവർ ഈറ്റ് ചെയ്യും, ഒരുപാട് കഴിക്കും. വയറ് നിറഞ്ഞാലും പിന്നെയും കഴിക്കും. എന്താ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ ചില ഫുഡുകളൊക്കെ. നട്ട്സ് ആണെങ്കിൽ അത്യാവശ്യം ടേസ്റ്റ് ഉള്ള പരിപാടിയാണ്, അല്ലെങ്കിൽ എന്താ പറയുക ഫ്രൂട്ട്സ് ആണെങ്കിൽ ഇത്തിരി ടേസ്റ്റ് ഉള്ള പരിപാടിയാണ്. നന്നായിട്ട് അടിച്ചു വിടും. ഞാൻ ഹെൽത്തി ഫുഡ് മാത്രമേ ഞാൻ കഴിക്കുള്ളൂ, പക്ഷെ നമ്മൾ നന്നായിട്ട് അടിച്ചു വിടും. അങ്ങനെ ആകുമ്പോഴും നമുക്ക് ഈ പറയുന്ന പ്രോബ്ലംസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ വരും. ആവശ്യത്തിന് മാത്രം ഫുഡ് കഴിക്കുക, കുറേശ്ശെ 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 ആയിട്ട് കഴിക്കുക, 7 തവണയായിട്ട് കഴിക്കുക, 6 to 7 തവണയായിട്ട് കഴിക്കുക, നന്നായിട്ട് ഉറങ്ങുക. ഇൻ ഷോർട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. പിന്നെ നമ്മുടെ ലൈഫിൽ നമ്മുടെ മെന്റൽ പീസിനെ അല്ലെങ്കിൽ മടീനെ ഒക്കെ മാറ്റിയെടുക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ പ്രേയേഴ്സ്, നമ്മുടെ പ്രാർത്ഥന. നമ്മൾ കറക്റ്റ് ആയിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഇസ്ലാം പറഞ്ഞ പോലെ നിങ്ങൾ ജീവിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരു കോഴ്സിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. കാരണം ഇസ്ലാം എല്ലാം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡയറ്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ നമ്മുടെ ഫാസ്റ്റിംഗ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, വർക്കൗട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ നമ്മുടെ ചുറ്റുവട്ടുള്ള ആൾക്കാർക്ക് അല്ലെ, നമ്മൾ ഓരോ കൈൻഡ്ഫുൾ ആയിട്ടിരിക്കുക, അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഇബാദത്തായിട്ട് പ്രതീക്ഷിച്ച് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റിവാർഡ് ഉണ്ട് എന്ന് പറച്ചാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ശരീരത്തിന് ഗുണമുണ്ട്, മനസ്സിന് ഗുണമുണ്ട് അല്ലേ? നമ്മൾ പറയാറില്ലേ സ്ത്രീകളുടെ ഓക്സിറ്റോസിൻ ഡോപ്പാമിൻ എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഭർത്താക്കന്മാര് ഭയങ്കര ക്രൂരന്മാരായിരിക്കും, പക്ഷെ സ്റ്റിൽ സ്ത്രീകൾ ഭയങ്കര യങ് ആയിട്ടും നല്ല സുന്ദരികളായിട്ടും നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നതാണ്. എത്ര കുരുത്തം കെട്ട ഭർത്താവാണെന്നുണ്ടെങ്കിലും ഭാര്യ ചിലപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്നില്ലേ, ഇത്രയേറെ ഇന്നലെ രാത്രിയല്ലേ ഇവരുടെ വീട്ടിൽ യുദ്ധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് രാവിലെ ഈ താത്തിരുന്ന് ചിരിക്കുന്നുണ്ടല്ലോ എന്ന് നമ്മൾ വിചാരിക്കും അല്ലേ? എന്തുകൊണ്ടായിരിക്കും നമ്മുടെ സ്ത്രീകൾക്ക് അത് പറ്റുന്നുണ്ടാവുക? ആർക്കെങ്കിലും അറിയോ? നമ്മളെ പടച്ചവൻ സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ ഒരുപാട് സ്നേഹവും കാരുണ്യവും ഒക്കെ നമ്മുടെ ഉള്ളിൽ തന്നോണ്ടാണ്. നമുക്ക് വേണ്ടുന്ന, നമുക്ക് ആരുടെ അടുത്ത് നിന്നെങ്കിലും ഈ ഡൊപ്പാമിനോ അല്ലെങ്കിൽ ഓക്സിഡോസിനോ കാര്യം നമ്മുടെ ശരീരത്തെ ഹാപ്പി ആക്കുന്ന ഹോർമോൺസ് നമുക്ക് ആരുടെ അടുത്തെങ്കിലും കിട്ടിയാൽ മതി. ചിലർക്ക് അത് അവരുടെ മക്കളുടെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ടാവും. നമ്മുടെ മക്കളെ നമ്മൾ നന്നായിട്ട് സ്നേഹിക്കുന്ന സമയത്ത് നമുക്കിത് ഇവിടെ ഫുള്ളായി. പിന്നെ ഇപ്പൊ കെട്ടുന്ന എന്ത് തന്നാലും ചിലര് കൊള്ളും, ചിലര് റിയാക്ട് ചെയ്യും. ചിലപ്പോൾ ഒരു സൈഡിൽ നിന്ന് കിട്ടാതെ വരുന്ന സാഹചര്യം ഉണ്ടാവും. അങ്ങനത്തെ സമയത്താണ് ചിലവര് തേർഡ് പാർട്ടി, ഒരു മൂന്നാമത്തെ ഒരാളെ തേടി പോകുന്നുണ്ടാവാം. അതല്ലാഞ്ഞിട്ടുള്ള ഹോർമോണൽ ഇംബാലൻസ് ഉള്ള സ്ത്രീകള്, അത് മാത്രമല്ലാഞ്ഞിട്ട് പൊതുവെ സെക്ഷലി വീക്ക് ആയിട്ടുള്ള സ്ത്രീകള്, അങ്ങനെ അങ്ങനെ പോകുന്ന ആൾക്കാർ വേറൊരു കാറ്റഗറി ഉണ്ട് കേട്ടോ. അതല്ല ഞാൻ പറഞ്ഞത്. ചിലവര് സം റീസൺസ് ഒരു തേർഡ് പാർട്ടിയിലോട്ട് അട്രാക്ട് ആവുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാല് അവർക്ക് ഇത് ഒരു സൈഡിൽ നിന്നും അവർക്ക് ഈ പറയുന്ന ഡോപ്പമിനോ ഓക്സിഡോസിനോ ഒന്നും കിട്ടാനുണ്ടാവില്ല. കാരണം അവര് മക്കളേന്റെ കൂടെയുള്ള ടൈം പോലും അവർക്ക് ക്വാളിറ്റി ടൈം ആയിട്ട് എൻജോയ് ചെയ്യാൻ അറിയുന്നുണ്ടാവില്ല. മക്കളെ പഠിപ്പിക്കുന്നുണ്ടാവും രാവിലെ മുതൽ വൈകുന്നേരം വരെ, പക്ഷെ അവർക്കതൊരു എഫേർട്ടാണ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ടാണ് അവർ കാണുന്നത്. ഞാൻ എന്തോ ചെയ്യുന്ന ഒരു പണിയായിട്ടാണ്, അവരത് എൻജോയ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ ഇതന്നെ എൻജോയ് ചെയ്യുകയാണെങ്കിലോ ഇവർക്ക് വേണ്ട ഹോർമോൺ ഇവിടെ ബാലൻസ് ആയി. അപ്പൊ അവര് പരാതി പറയാൻ പോകില്ല. കെട്ടിന്റെ അടുത്ത് പോയിട്ട് ഇന്ന് രാവിലെ പോകുമ്പോൾ നിങ്ങൾ എന്റെ അടുത്ത് പറയാണ്ട് പോയില്ല, അല്ലെങ്കിൽ ഞാനൊരു പുതിയ ഡ്രസ്സ് ഇട്ടായിരുന്നു നിങ്ങൾ എന്നെ നോക്കിയില്ല, ഞാൻ കണ്ണിന്റെ ഉള്ളിൽ സുറുമ എഴുതിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ അത് ശ്രദ്ധിച്ചില്ല, ഈ പരാതി ഒന്നും നമ്മൾ പറയാൻ നിൽക്കൂല. അപ്പൊ ഈ പരാതി പറയാൻ വേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് വേണ്ട ഹോർമോൺ അവിടെ നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ് അല്ലെ?
നമുക്ക് വേണ്ട ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പൊ അതൊക്കെ അവിടെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരാതികൾ അത്രയും കുറയും എന്നുള്ളതാണ്. സുബ്ഹാനല്ലാ. എന്നാലും ഈ പരാതി പറഞ്ഞ് ഫൈറ്റ് ഉണ്ടാക്കിയിട്ട് ഒരു അടി, ആ ഫൈറ്റ് ഒരു എൻജോയ് ചെയ്യുന്ന ഒരു ആൾക്കാരുണ്ടാവും കേട്ടോ. തല്ല് കൂടുന്നത് ഒരു എൻജോയ് ചെയ്യുന്ന ആൾക്കാർ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. ഞാനും എന്റെ കെട്ടിയവനും തമ്മിൽ നല്ല അടി കൂടുകയാണെങ്കിൽ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പാര പണിഞ്ഞ് എൻജോയ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഉണ്ടാവും. അതിന് ഈ കൂട്ടത്തിൽ കൂട്ടൂല കേട്ടോ. കാരണം ചിലപ്പോ കാണുന്നവര് മൈൻഡിലുണ്ടാവും, ആ ഇവര് ഇന്ന് തല്ലി മരിച്ച് പിരിഞ്ഞുണ്ടാവും. നമ്മൾ 5 മിനിറ്റ് കൂടെ വേണ്ട ഈ അടിന്റെ അവസാനം പോടാ അറിയും, അല്ലെങ്കിൽ അവരവിടുന്ന് നീ പൊടി പോയി പണികൾ വെക്കുക പിടുത്തം വിടുക, അത് അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ അങ്ങനെ തല്ലുകൂടുന്ന ആൾക്കാരുണ്ടാവും. അതല്ല പറഞ്ഞത്, നിങ്ങൾക്ക് അറിയാൻ പറ്റണം നിങ്ങളിത് തമാശക്ക് ചെയ്യുന്നതാണെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ അടിയും നിങ്ങൾക്ക് ഈ പറയുന്ന ഹാപ്പി ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കും അല്ലെ. ഭർത്താവിനോട് തല്ല് കൂടുന്ന ഇടി പിടിച്ച് ശീലിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഇടി പിടിക്കുന്നതും കൂടെ ഇഷ്ടത്തോടെ ആണെങ്കിൽ അതും ഈ പറയുന്ന ഹോർമോൺസ് ഉണ്ടാക്കും. നമുക്ക് വേണ്ടത് നമ്മുടെ കുറച്ച് എനർജി അവിടെ കൺസ്യൂം ചെയ്യാൻ വേണ്ടി കൊടുക്കണം. കുറച്ച് ഫാറ്റ് അവിടെ നിന്ന് അങ്ങനെ ഇങ്ങനെയും ബേൺ ചെയ്യണം. അതിനിപ്പോ കെട്ടിയവനോട് ഗുസ്തി പിടിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, മക്കളുടെ പിന്നാലെ ഓടിയിട്ടാണെങ്കിലും കുഴപ്പമില്ല, വീട്ടിലെ പണി ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, കുറച്ച് ഫാറ്റ് ബേൺ ചെയ്യണം. നമ്മൾ കഴിച്ച ഫുഡിനെയൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഡൈജസ്റ്റ് ആക്കി കളയണം. നമുക്ക് വേണ്ട കുറച്ച് ഹോർമോൺസ് ഉണ്ടാക്കണം. നമ്മുടെ ലൈഫ് നല്ല അന്തസ്സായിട്ട് സുഖമായിട്ട് ജീവിച്ചു പോകണം. അപ്പൊ മടി ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാ പറഞ്ഞത്. പിന്നെ ഇനി ഒരു ഇമ്പോർട്ടന്റ് ഫാക്ട് ഉണ്ട്, എന്താ അറിയോ? നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തു, എന്നിട്ട് നിങ്ങൾക്ക് ഒരിക്കലും മാറുന്നില്ല. 21 ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു, എന്നിട്ട് നിങ്ങൾക്ക് ഒരു ചേഞ്ചും ഇല്ല. എന്നിട്ട് നിങ്ങൾ ഫൈനലി ഒരു ഡോക്ടറെ പോയി കണ്ട് മെഡിക്കൽ ചെക്കപ്പ് എടുത്തു. അപ്പോഴും നിങ്ങൾക്ക് യാതൊരു പ്രോബ്ലം ഇല്ല. നിങ്ങളെ ബ്ലഡ് ഷുഗർ ലെവൽ കറക്റ്റ് ആണ്, ബ്ലഡിൽ ആവശ്യത്തിന് കൗണ്ട് ഉണ്ട്, പ്ലാറ്റ്ലെറ്റ് കൗണ്ട് ഉണ്ട്, എല്ലാം റെഡിയാണ്. എന്നിട്ടും നിങ്ങൾക്ക് യാതൊരു പ്രോബ്ലം ഇല്ല. അപ്പോഴാണ് നമ്മൾ നേരത്തെ റംലി ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന സാധനം ചൂരലെടുക്കുക, കെട്ടുവിൻ്റെ അടുത്തോ അല്ലെങ്കിൽ വീട്ടിൽ ആരുള്ള വെച്ചാൽ അവരുടെ അടുത്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ അതിലപ്പുറം ഒരു ആവശ്യമില്ലാണ്ട് ഒരു മൂലക്ക് ഇരിക്കുന്നത് കാണുകയാണെങ്കിൽ 2 തന്നിട്ട് എണീറ്റ് പോകാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരാളെ ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പൊ എന്താണ്, നമ്മൾ പറയില്ലേ തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കുത്തുന്നതിന്റെ പ്രശ്നമാണെന്ന്, അത് തന്നെയാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ നമ്മൾ അവിടെ അങ്ങനെ ഇരിക്കും ആ സുഖത്തില്. അപ്പൊ കുറച്ചൊന്ന് എഫേർട്ട് എടുക്കാൻ തയ്യാറാവാം. അത് നമ്മൾ ശീലമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇരിക്കാൻ തോന്നൂല. നമ്മളിങ്ങനെ ചുമ്മാ കുറെ നേരം ഇരിക്കുമ്പോ പടച്ചോനെ നമുക്ക് എത്ര നമ്മുടെ ശരീരം അയ്യോ ഒന്നും ചെയ്യുന്നില്ലല്ലോ, ഒരു പണിയും ചെയ്യുന്നില്ലല്ലോ എന്നുള്ള ഫീൽ വരും. ചിലരുണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല, കഴിക്കുക കിടക്കുക, കഴിക്കുക കിടക്കുക, ഒരു ആവശ്യം ഉണ്ടാവില്ല. അവർക്ക് അവരുടെ ഹോർമോണിന്റെ ഒരു പ്രശ്നം ഉണ്ടാവൂല, അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് ഒക്കെ ഓക്കെ ആയിരിക്കും. ഡോക്ടറെ അടുത്ത് ചോദിക്കും, ഡോക്ടർ എനിക്ക് ഒരു കുഴപ്പമില്ല പറയും. ഇതൊരു ഹാബിറ്റ് ആക്കിയിരിക്കാണ്. 10-21 ദിവസം കഴിച്ച് കടന്നിട്ട് ശരീരത്തിന് ശീലമായി ഇത് കഴിക്കുക കിടക്കുക, അതിന് മാത്രമേ ഈ ഒരു ശരീരത്തിന് പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയ്ക്ക് നമ്മൾ തന്നെ നമ്മുടെ ബ്രെയിനിന് ഫീഡ് ചെയ്ത് വെച്ച ആൾക്കാരുണ്ടാവും അല്ലേ. ഒന്നും ഉണ്ടാവില്ലെന്നേ. ചിലപ്പോ തൊട്ടപ്പുറത്ത് താത്തമാര് കാക്കാര് ആരെങ്കിലും വിളിക്കുന്നുണ്ടാവും, ഭായ നമുക്കൊന്ന് പുറത്തൊന്ന് പോണം, എന്റെ കൂടെ ഒന്ന് തുണക്ക് വരും. അപ്പൊ ഒരു കുഴപ്പം ഉണ്ടാവില്ല, എന്നാലും പറയും എനിക്ക് തലവേദനയാണ് ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ എന്ന്. സുഖാണല്ലോ കിടക്കാൻ വേണ്ടിട്ടേ. അതൊരു ഇഷ്ടമായിട്ട് കാണുന്ന ആൾക്കാര്. നമ്മുടെ ശരീരത്തിലെ പകുതി പ്രവർത്തനങ്ങൾ നേരെ ചൊവ്വേ നമ്മൾ കടന്ന പ്രവർത്തിക്കില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ബോഡി ഫോമിൽ നിൽക്കുക നമ്മുടെ ശരീരം ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പൊ പണി ചെയ്യാ, അയ്യോ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം, എനിക്കൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം പണി ചെയ്യാ. എന്റെ വീട്ടിൽ എന്റെ അടുത്ത് പറയും എനിക്ക് വേർപ്പിന്റെ അസുഖം ഉണ്ട് എന്ന്. അപ്പൊ ഞാൻ ലാസ്റ്റ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് വേർപ്പിന്റെ മാത്രമല്ല വേറെയും കുറെ അസുഖങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രയാസങ്ങളൊക്കെ വരുന്നതെന്ന്. അപ്പൊ എനിക്ക് കുറെ കാര്യങ്ങൾ ലിസ്റ്റ് ഇട്ട് തന്നു. എന്റെ ഹോർമോണൽ ഇംബാലൻസിന്റെ കാര്യങ്ങൾ ഇട്ട് തന്നു, ബ്ലഡിന്റെ പ്രശ്നങ്ങൾ ഇട്ട് തന്നു, മൈഗ്രെയിന്റെ പ്രശ്നങ്ങൾ ഇട്ട് തന്നു, മൂക്കുന്ന് ബ്ലഡ് വരാനുള്ള റീസൺസ് ഇട്ട് തന്നു, തൊണ്ടയിലുള്ള ദശന്റെ കാര്യങ്ങൾ, അങ്ങനെ കുറെ സാധനങ്ങൾ എന്റെ കെട്ടിയവന് ഇട്ട് കൊടുത്തപ്പം ഇപ്പൊ പിന്നെ ഇപ്പോഴും പറയും ട്ടോ, ഇടക്കൊക്കെ പറയും. പക്ഷെ എന്നാലും ഇങ്ങനെ ബ്ലഡ് ഒക്കെ തുപ്പുന്നതൊക്കെ കണ്ടപ്പോ ആൾക്ക് ഇത്തിരി പേടിയൊക്കെ തോന്നിയത് കാരണം കൊണ്ട് കുടിക്കാൻ വെള്ളമൊക്കെ കൊണ്ടുവന്നു തരും കിണറ്റിന്ന്. അങ്ങനെ ഹെവി വർക്കൊന്നും വല്ലാണ്ട് ചെയ്യിക്കില്ല. അപ്പം നമ്മള് പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ കിടക്കാറില്ല, കിടക്കാൻ സമയം കിട്ടാറില്ല കേട്ടോ. ഞാൻ എന്നെ തന്നെ, അത് വേറൊരു എന്താ പറയാ ഒരു പേഴ്സണൽ ടിപ്പാക്കി പറഞ്ഞുതരാം. നിങ്ങൾ നിങ്ങളെ തന്നെ ബിസി ആക്കി വെക്കുക. എനിക്ക് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മളെ ബിസി ആക്കുന്ന രീതി എന്താണ്, എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എനിക്ക് പഠിക്കാനുണ്ട്. നമ്മൾ എന്ത് ചെയ്തു, മൊബൈൽ എടുത്ത് അവിടെ കൊണ്ടുവച്ച് നമ്മളൊരു ബുക്കും പേനയും എടുത്ത് ഇരുന്ന് ഒരു 3 മണിക്കൂർ പഠിച്ച് അല്ലെ, അവിടെ ഇരുന്നു അനങ്ങാണ്ടിരുന്നു. അപ്പൊ നിങ്ങൾ തന്നെ നോട്ടീസ് ചെയ്യുക, നിങ്ങൾക്ക് ഡെയിലി രാവിലെ ഒരു 2-2.5 മണിക്കൂർ നമുക്ക് നമ്മുടെ ശരീരം നല്ല പോലെ അനക്കാൻ വേണ്ട പണി നമ്മുടെ വീട്ടിലുണ്ട്, എല്ലാ സ്ത്രീകൾക്കും ഉണ്ട്. ഫൈൻഡ് ഔട്ട് ഇറ്റ്. അത് മനസ്സിലാക്കി നല്ല പോലെ നിങ്ങളുടെ ശരീരം ഒരു 2-2.5 മണിക്കൂർ അനക്കി ഈവനിങ് ഒരു അരമണിക്കൂർ വർക്കൗട്ടിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറയുന്നത് എന്താ വെച്ചാൽ, വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ 2 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരു മിനി മെഡിറ്റേഷൻ കൂടെയാണ് വർക്കൗട്ട്. ചിലർ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് കണ്ണ് തുറക്കില്ല, കാരണം എന്താ വെച്ചാൽ അവരത് ഫീൽ ചെയ്ത് വർക്കൗട്ട് ചെയ്യും. ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ എനിക്ക് ചിലപ്പോൾ കണ്ണ് തുറക്കാൻ പറ്റാറില്ല. അതായത് എന്റെ ട്രെഡ്മില്ലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഓർബിടെക്കിന്റെ ഒരു സാധനം ഉണ്ട് ചവിട്ടുന്നത്, അതിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റൂല.
കാരണം ഞാനത് ഇങ്ങനെ ഫീൽ ചെയ്ത് എൻജോയ് ചെയ്ത് വർക്കൗട്ട് ചെയ്യും. ചിലപ്പം യാസീനൊക്കെ വെച്ചിട്ട് സുഹൃത്തുക്കളൊക്കെ വെച്ചിട്ട് അത് ചില കാര്യങ്ങളുടെ സുഹൃത്തൊക്കെ കേട്ട് കഴിഞ്ഞാൽ പറച്ചു സ്വർഗം കാണും, നമ്മൾ അത്ര ഫീൽ ചെയ്തിട്ട് ഖുറാൻ ഓതുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോഴേക്ക് ഞാൻ മെൽട്ടായി പോകും. ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇങ്ങനെ ചവിട്ടിയിട്ടുണ്ടാവും, വേർത്ത് ഇങ്ങനെ കുളിച്ചിട്ടുണ്ടാവും, ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് ചെവി കേൾക്കുക പറയില്ല, അങ്ങനെ ബീറ്റ് ചെയ്യും എന്റെ ഹാർട്ട്. പക്ഷെ എന്നാലും എനിക്ക് നിർത്താൻ തോന്നൂല, അത്രയും ഫീൽ ഉണ്ടാവും. അപ്പൊ ചില ദിവസങ്ങളിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ നോർമൽ വർക്കൗട്ടാ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കര മടിയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ നോർമൽ വർക്കൗട്ട് ചെയ്യാൻ ഭയങ്കര മടിയാട്ടോ. ടൂൾസ് ഇല്ലാണ്ട് വർക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള കാര്യമാണ്. അപ്പൊ എന്ത് ചെയ്യും, വേഗം സ്റ്റോപ്പ് ചെയ്താൽ മതി എന്നുള്ളൊരു സാധനം വരും. അപ്പൊ ഞാൻ എന്റെ ആ ഒരു മടി കൂടെ മാറ്റാനും കൂടെ വേണ്ടിയിട്ടാണ് നിങ്ങളുടെയും കൂടെ എടുത്തിട്ട്. അപ്പൊ നിങ്ങളും കൂടെ വരുമ്പോ നമുക്ക് ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യുമ്പോൾ മടി ഉണ്ടാവില്ലല്ലോ, കുഴപ്പമില്ലല്ലോ. അതല്ലെങ്കിൽ പിന്നെ എനിക്ക് ട്രെഡ്മില്ലിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരുന്നു. സോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ കയ്യിലിരിപ്പോണ്ടാണ് നമുക്ക് മടി വരുന്നതെന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ വൺ ആൻഡ് ഓൺലി ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇറങ്ങി പണിയെടുക്കുക എന്നുള്ളതാണ്. എഴുന്നേൽക്കുക കേട്ടോ, ഫസ്റ്റ് സ്റ്റെപ്പ്. ഞാൻ അയ്യോ ഞാൻ ഇരിക്കുകയാണല്ലോ എന്നുള്ള ചിന്ത വന്ന മൊമെന്റിൽ എണീക്കുക, പിന്നെ ഒരു 5 മിനിറ്റ് സമയം കൊടുത്താൽ പിന്നെ വീണ്ടും ഇരുന്ന് പോകും. ഓക്കെ, നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യാൻ വരട്ടെ. ഇന്നെടുത്ത ക്ലാസ്സിനെ ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് ആരാ പറഞ്ഞുതരാ? ഷോർട്ട് ആക്കിയിട്ട് എന്താ നിങ്ങൾക്ക് മനസ്സിലായെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓരോ പോയിന്റ്സ് പറഞ്ഞാൽ മതി അല്ലെ? ആരെ തുടങ്ങുക? ഹനി തന്നെ തുടങ്ങിക്കോ, അവർക്ക് മോട്ടിവേഷൻ ആയിക്കോട്ടെ. ഹനി അല്ലെങ്കിൽ റംല, ആരെങ്കിലും ഒക്കെ തുടങ്ങിയാൽ മതി. തുടങ്ങിക്കോ. നമ്മള് മടി മാറ്റാൻ വേണ്ടിയിട്ട് കാർബോഹൈഡ്രേറ്റ് ഫുഡ് കുറക്കുക, പ്രോട്ടീൻ ഫുഡ്സ് ഒക്കെ നന്നായിട്ട് കഴിക്കുക, പിന്നെ എക്സസൈസ് ചെയ്യുക, പിന്നെ നമ്മളെ മൈൻഡിന് ആദ്യം നമ്മൾ സെറ്റാക്കി വെക്കുക. അത് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ മടി പിടിച്ചിരിക്കാതിരിക്കുക. വെരി ഗുഡ്. ഓക്കെ റംല, നെക്സ്റ്റ് പോയിന്റ്. ഓലെന്നെ ഫുള്ള് പറഞ്ഞാന്നില്ലേ? എവിടെ? ഞാൻ ഇനി കൊറേ പറയാനുണ്ട്. ഹനി ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് കുറച്ച് ബാക്കി നല്ലോണം വെച്ചിരിക്കണത്. വെള്ളം കുടിക്കുക, പിന്നെ നേരത്തെ എണീക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, പ്രോട്ടീനുള്ള ഭക്ഷണം കഴിക്കുക, പിന്നെ അരി ഭക്ഷണങ്ങളൊക്കെ കുറയ്ക്കുക. വേറൊരു കാര്യം പറഞ്ഞായിരുന്നു, ഇമ്പോർട്ടന്റ് കാര്യം പറഞ്ഞായിരുന്നു. ഞാൻ കുറേ സമയം സംസാരിച്ചത് അതിനെ കുറിച്ചിട്ടായിരുന്നു, എന്നിട്ട് അത് മാത്രം ആരും പറയുന്നില്ല. ഞാൻ അടുത്ത ആളുടെ അടുത്ത് ചോദിച്ചോട്ടെ, ആർക്കെങ്കിലും അറിയോ ഇമ്പോർട്ടന്റ് ആയിട്ട് വേറൊരു കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു? നല്ലോണം ഉറങ്ങുക. നമ്മള് പോരട്ടെ ഇങ്ങട്. നന്നായിട്ട് ഉറക്കം നന്നാക്കുക. നന്നായിട്ട് ഉറങ്ങുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുക. അപ്പൊ നമ്മൾ നേരത്തെ ഇപ്പൊ 2 ദിവസമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്ലാസ് മൊത്തം നമ്മുടെ ഹെൽത്ത് കെയറും സ്കിൻ കെയറും അതേപോലെ നമ്മുടെ മൈൻഡ് കെയറും ആണ്. നിങ്ങൾ ജസ്റ്റ് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ കംപ്ലീറ്റ്ലി ഓക്കെ ആവില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൗണ്ട് ബോഡിയിലാണ് നമുക്ക് സൗണ്ട് മൈൻഡ് നിലനിന്ന് പോവുള്ളൂ. സോ സൗണ്ട് ബോഡി ആദ്യം ഉണ്ടാക്കുക, അപ്പൊ സൗണ്ട് മൈൻഡ് തനിയെ വരും. ഇത് സെൽഫ് ലവിന്റെ ഭാഗം മാത്രമല്ല കേട്ടോ. നമ്മൾ ഇതൊക്കെ അള്ള തന്ന ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, അള്ള തന്ന മനസ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു എന്നുള്ള നിയത്തോടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് പടച്ചോന്റെ അടുത്തും കൂലി കിട്ടും. ഒന്ന് ആലോചിക്കുക, നമ്മൾ നല്ലോണം തിന്ന് നമ്മൾ സുന്ദരിയായി നമ്മുടെ ശരീരം നന്നാക്കി കൊണ്ടുനടക്കണതിന് പടച്ചോന്റെ അടുത്ത് കൂലി കിട്ടും. സുബ്ഹാനല്ലാഹ്, റബ്ബ് എത്ര കാരുണ്യവാനല്ലേ, അൽഹംദുലില്ലാ. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവാട്ടാ. ക്ലാസ് വൈൻഡപ്പ് ചെയ്യട്ടെ. എല്ലാവരും ഓക്കെ അല്ലേ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിബഡി ഹാവ് എനി ഡൗട്ട്? ഇല്ല. ഇന്നത്തെ മെഡിറ്റേഷന്റെ റെക്കോർഡ് ഒന്ന് സെൻഡ് ചെയ്തത്. രണ്ടുകൂടെ കേട്ടോ ഹനി, രണ്ടുകൂടെ ഇൻഷാല്ലാ. രണ്ടുകൂടെ എന്റെ മക്കളുടെ ക്ലാസ് ഉണ്ട് 12:30 ആകുമ്പോഴേക്ക്. അതുവരെ എന്റെ വായിക്ക് റെസ്റ്റ് കൊടുക്കട്ടെ ഇൻഷാല്ലാ. വർക്കൗട്ട് ഉണ്ടാവില്ലേ ഏമൻജി? ഇൻഷാല്ലാ ഉണ്ടാവും കേട്ടോ. എന്റെ ക്ലാസ് 2:30-ക്കല്ലേ? പിള്ളേരുടെ ക്ലാസ് 2:30-ക്കാ? യെസ് 2:30-ക്കാണ് അല്ലേ? സമയമുണ്ട്. ഓക്കെ എന്നാ ശരി, അസ്സലാമു അലൈക്കും. ഫ്രീ ആയിട്ട് മതി, ഞാൻ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. നാളെ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. നാളെ രാവിലെ എഴുന്നേറ്റിട്ട് ഇന്നത്തെ മെഡിറ്റേഷൻ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്ത പോലെ തോന്നി. അപ്പൊ എനിക്ക് ഓക്കെ മോളെ, ഞാൻ ഇട്ടുതരാം കേട്ടോ. ഇട്ടുതരാം. ഓക്കെ ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.